ഹലോ എവ്രിവൺ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ എഡിഷൻ റിവിഷൻ ആണ് നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കറിയാം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് നമ്മുടെ 11th തേർഡ് ചാപ്റ്റർ ആണ് നമ്മുടെ കെമിസ്ട്രിയിലുള്ളത്. ഓക്കെ, സോ നമ്മളിപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സ്ട്രക്ചർ ഓഫ് ആറ്റം കൂടി ഇവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട്, അതിന് മുന്നേ നമുക്ക് ഈ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടീസും കൂടെ നമുക്കൊന്ന് ഫിനിഷ് ചെയ്യാം. ഓക്കെ, സോ എത്രയും പെട്ടെന്ന് നമുക്ക് നമ്മുടെ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യണം. കാരണം റിവിഷൻ ആണ്, നിങ്ങളിങ്ങനെ ഓടിച്ചിട്ട് പഠിക്കുന്ന സമയമാണെന്നൊക്കെ എനിക്കറിയാം. സോ യെസ്, കൂടുതൽ നിങ്ങളുടെ സമയം ഞാൻ പറയുന്ന പോലെ തന്നെ ഞാൻ ഇനിയും നിങ്ങളെ വെയിറ്റ് ചെയ്യിപ്പിക്കുന്നില്ല. നമുക്ക് വേഗം നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. സോ ബിഫോർ ദാറ്റ്, നമ്മുടെ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ടൈം ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു ദ ചാനൽ. ആൻഡ് ഓൾസോ ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും നോക്കുക. ഓക്കെ, യെസ്, എക്സാം ആണ് വരുന്നത്. ഒരുപാട് എന്താ പറയുക, അടിപൊളി കോണ്ടന്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വരുന്നുണ്ട്. അതായത് നമ്മുടെ എന്താ പറയുക, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആയിക്കോട്ടെ, നമ്മുടെ പ്രെഡിക്റ്റഡ് ക്വസ്റ്റ്യൻ പേപ്പർ ആയിക്കോട്ടെ, ഇങ്ങനത്തെ ഒരുപാട് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഇനിയും വരുന്നുണ്ട്. സോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കുക. സോ യെസ്, എന്താണ് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത്. ബിഫോർ ദാറ്റ് ഞാനൊരു കാര്യം ചെക്ക് ചെയ്യട്ടെ. യെസ്, ഓക്കെ, ഞാൻ എന്നെ കാണുന്നുണ്ടോ, എൻ്റെ സൗണ്ട് ക്യാപ്ചർ ആവുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്തതാണ്. പെട്ടെന്ന് എനിക്കൊരു ഡൗട്ട്. എന്നും ഈ റെക്കോർഡിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ ഓക്കെയാണ്, അത് കഴിയുമ്പോൾ പിന്നെ എനിക്കൊരു ഡൗട്ട് വരും. ആ ഒരു മെൻറ്റാലിറ്റിയാണ് അത്. വീണ്ടും അതിലേക്ക് പോയിട്ട് എല്ലാം കറക്റ്റ് അല്ലേ എന്ന് നോക്കാനുള്ള ഒരു മെൻറ്റാലിറ്റി അതിപ്പോൾ എനിക്ക് കൂടി വരുന്നുണ്ട്. യെസ്, എനിവേസ് ഞാനത് മാറ്റാൻ നോക്കുന്നതായിരിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ എലമെന്റ്സിനെ ക്ലാസിഫൈ ചെയ്യേണ്ട ഒരു ആവശ്യം വന്നത്? നമുക്കറിയാം, നമ്മുടെ ചുറ്റും ഇപ്പം നമ്മുടെ പീരിയോഡിക് ടേബിളിലെ എലമെന്റ്സിന്റെ എണ്ണം നോക്കിയാൽ തന്നെ നമുക്കറിയാം 118+ എലമെന്റ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ ഇതിനെങ്ങാനും നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ 118 എലമെന്റ്സിനെ കുറിച്ച് നമ്മൾ ഓരോന്നായിട്ട് ഇരുന്ന് പഠിക്കേണ്ടി വരുമായിരുന്നു. അതാണോ ഇതാണോ ബെറ്റർ? ഇതല്ലേ? സോ ഈ ചാപ്റ്റർ എന്ത് കുന്തം ചാപ്റ്റർ ആണെന്നൊക്കെ വിചാരിച്ച് പഠിക്കാതെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് ആലോചിച്ച് സമാധാനിക്കുക, ഓരോന്ന് പഠിക്കേണ്ടി വന്നില്ലല്ലോ എന്നുള്ളത്. അപ്പോൾ നമ്മുടെ കാരണവന്മാരായിട്ട് അവരൊക്കെ ഇങ്ങനെ എന്ത് ചെയ്തു, ഒരുപാട് എലമെന്റ്സിന് ഒരേ പ്രോപ്പർട്ടീസ് കണ്ടപ്പോൾ അവരെല്ലാത്തിനെയും പിടിച്ച് ഒരു ഗ്രൂപ്പിലേക്ക് ഇട്ടു. എന്നിട്ട് പറഞ്ഞു ഈ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും ഒരേ പ്രോപ്പർട്ടീസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി, ആ ഗ്രൂപ്പിനെ മാത്രം പഠിച്ചാൽ മതി എന്നുള്ളൊരവസ്ഥയിൽ നമ്മൾ എത്തി. ഓക്കെ, യെസ്. അപ്പോൾ നമ്മുടെ 1800s 31 എലമെന്റ്സ് ഉണ്ടായിരുന്നുള്ളൂ. ഈസിയായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു എന്താ പറയുക, ഒരു നമ്പറാണ് 31 എലമെന്റ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. 1865 ആയപ്പോൾ അത് 63 എലമെന്റ്സ് ആയി. 2016 118 എലമെന്റ്സ് ആയിട്ട്. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ഇൻഡിവിജ്വലി സ്റ്റഡി ദ കെമിസ്ട്രി ഓഫ് ഈച്ച് എലമെന്റ് ആൻഡ് ഇറ്റ്സ് കോമേഴ്സ്. ഞാനിപ്പോൾ പറഞ്ഞ സെയിം കാര്യം തന്നെയാണ്. So, as per IUPAC, there are currently 2 million inorganic compounds and 18 million organic compounds ആണ് നമുക്ക് ചുറ്റുമുള്ളത്. സോ എല്ലാത്തിനെയും കുറിച്ച് പഠിക്കുക എന്ന് പറയുന്നത് എന്താണ്, എക്സ്ട്രീംലി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്തു, സിമിലർ പ്രോപ്പർട്ടീസ് ഉള്ള ആളുകൾ നമ്മളെല്ലാവരെയും കൂടെ ക്ലാസിഫൈ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഒരു ടേബിളാർ കോളമാക്കി നമ്മളതിനെ മാറ്റി. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്തു, നമുക്ക് ഓരോന്നിനെ കുറിച്ച് പഠിക്കാൻ കുറച്ചും കൂടെ ഈസി ആയിട്ടുള്ള രീതിയിൽ നമ്മൾ അതിനൊന്ന് പ്രസന്റ് ചെയ്തു. അവിടെയാണ് നമ്മൾ എന്ത് വരുന്നത്, പീരിയോഡിക് ടേബിളിന്റെ എങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ള ഹിസ്റ്ററി കിടക്കുന്നത്. സോ ഫസ്റ്റ് നിങ്ങൾക്ക് അറിയാം, ഇതൊക്കെ നമ്മൾ നമ്മുടെ ചെറിയ ക്ലാസ്സിൽ നിന്ന് പഠിച്ചതാണ്. എന്താണ് ഡോബറീനിയർ ട്രയാഡ് എന്നുള്ള കാര്യങ്ങളൊക്കെ. സോ ഡോബറീനിയർ ട്രയാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഗ്രൂപ്പ് ദി എലമെന്റ്സ് വിത്ത് സിമിലർ കെമിക്കൽ പ്രോപ്പർട്ടീസ് ആൻഡ് ക്ലസ്റ്റേഴ്സ് ആർ കോൾഡ് 3 ട്രയാഡ്സ്. ഡോബറീനിയർ എന്താ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അദ്ദേഹം 3 ആളെ എടുത്തിട്ട് 3 ആളെയും കൂടെ ഒരു ഗ്രൂപ്പാക്കി മാറ്റി. ഓക്കെ, എന്നിട്ട് ഈ 3 ആൾക്കും എന്തുണ്ട്, സെയിം പ്രോപ്പർട്ടീസ് ഉണ്ട് എന്നുള്ളത് അദ്ദേഹം മനസ്സിലാക്കി കേട്ടോ. സോ when 3 elements having similar properties are arranged in the increasing order of their atomic mass. ഇപ്പൊ നമുക്ക് ഇവിടെ എക്സും വൈയും ഇസഡും ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ അറ്റോമിക് മാസിന്റെ ഇൻക്രീസിംഗ് ഓർഡറിലാണ് അദ്ദേഹം എന്ത് ചെയ്തത്, ഇവരെ 3 പേരെയും വെച്ചത്. അങ്ങനെ വെച്ചപ്പോൾ അദ്ദേഹത്തിന് വേറൊരു കാര്യം കൂടെ മനസ്സിലായി. വൈന്റെ അറ്റോമിക് മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിന്റെയും സെഡിന്റെയും അറ്റോമിക് മാസിന്റെ ആവറേജ് ആണ് കിട്ടുന്നത് എന്നും കൂടെ അദ്ദേഹം കണ്ടുപിടിച്ചു. അദ്ദേഹത്തിന്റെ ഈ ഒരു 3 ആളുകളാണ് ഒരു ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നത് നമ്മൾ പറഞ്ഞല്ലേ, അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ട്രയാഡ് എന്ന് വിളിച്ചത്. അങ്ങനെ 3 ഗ്രൂപ്പേ അദ്ദേഹം കണ്ടുപിടിച്ചിട്ടുള്ളൂ. ഏതൊക്കെയാണ്, സോഡിയം, പൊട്ടാഷ്യം, ലിഥിയം ഉണ്ട്, സ്ട്രോൺഷ്യം, ബേരിയം, കാൽഷ്യം ഉണ്ട്, ക്ലോറിൻ, ബ്രോമിൻ ആൻഡ് അയോഡിൻ. ഇവർ 3 പേരും ഉള്ള 3 ട്രയാഡ്സ് ആണ് എന്ത് ചെയ്തത്, ഈ അദ്ദേഹം കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, യെസ്. ഓക്കെ, അങ്ങനെ യെസ്, ലിഥിയം, സോഡിയം, പൊട്ടാഷ്യം 3 പേരെയും എടുത്തു. സോഡിയത്തിന്റെ നോക്കുമ്പോൾ ഇവർ 2 പേരുടെയും ആവറേജിന് ഏകദേശം ഈക്വൽ ആയി വന്നു. കാൽഷ്യം, സ്ട്രോൺഷ്യം, ബേരിയം എടുത്തപ്പോഴും അഗെയിൻ 88.7ഉം 87.6ഉം ഏകദേശം അടുത്തായി വന്നു. പക്ഷെ ഇതെന്തായാലും കറക്റ്റ് ആയിട്ടൊരു വാല്യൂ അല്ല കേട്ടോ നമുക്ക് കിട്ടിയത്. അതിലും അദ്ദേഹത്തിന് പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ട്. കറക്റ്റ് ആവറേജ് ഒന്നും അല്ല ഇവിടെ കിട്ടിയിട്ടുള്ളത്.
ദെൻ ക്ലോറിൻ, ബ്രോമിൻ ആൻഡ് അയഡിൻ നോക്കുമ്പോൾ 35.5ഉം 126ഉം. ഇവിടെ 81.2 ആണ് കിട്ടിയത്, പക്ഷേ ഇവിടെ 79.9 ഉള്ളൂ എന്നുള്ള കാര്യവും എന്ത് ചെയ്തു കിട്ടി. അന്നത്തെ സമയത്ത് നമുക്ക് അറിയുന്ന അറ്റോമിക് നമ്പേഴ്സ് അല്ലെങ്കിൽ അറ്റോമിക് മാസ് ആണ് നമ്മളിവിടെ തന്നിട്ടുള്ളത് കേട്ടോ. Okay, so the major drawback of this classification was that all known elements could not be arranged as triads. അദ്ദേഹം ഇത് ക്ലാസിഫൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ടോട്ടൽ 9 എലമെന്റ്സ് ഒന്നല്ല നമുക്ക് അറിയുന്ന എലമെന്റ്സ് ഉള്ള അതിനെക്കാട്ടും കൂടുതൽ ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യാനായിട്ട് ഈ 9 എലമെന്റ്സിനെ ക്ലാസിഫൈ ചെയ്യാനായിട്ട് മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ, അദ്ദേഹത്തിന് സാധിച്ചിട്ടുള്ളൂ. അത് അദ്ദേഹത്തിന് എന്താണ്, ഒരു ഡ്രോബാക്ക് ആണ്. ബാക്കിയുള്ള എലമെന്റ്സിനൊന്നും അദ്ദേഹത്തിന് ഇങ്ങനെ ട്രയാഡ്സ് ആക്കി മാറ്റാനായിട്ട് കഴിഞ്ഞില്ല. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? നെക്സ്റ്റ് വൺ. സോ ഇതൊരു ബേസ് ചെയ്തിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. 3 elements x, y, z ഫോം എ ഡോബറീനിയൻ ട്രയാഡ്. ദ റേഷ്യോ ഓഫ് അറ്റോമിക് വെയിറ്റ് ഓഫ് x ടു ദാറ്റ് ഓഫ് z. ഓക്കെ, x, y, z. ഓക്കെ, സോ എക്സിൻ്റെതും ഇസഡിൻ്റെതും എത്രയാണ് പറഞ്ഞത്? 7:25 എന്ന് പറഞ്ഞു. ഓക്കെ, സം ഓഫ് വെയിറ്റ്സ് ഓഫ് എക്സ് ആൻഡ് സെഡ് ഇസ് 160. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതിനെ നമുക്കറിയാം 7:25 ആണ് x/z എന്നുണ്ടെങ്കിൽ, ഓക്കെ, അവരുടെ അറ്റോമിക് മാസിന്റെ സമം 160 ആണെങ്കിൽ നമുക്കറിയാം ഇതിനെ നമ്മൾ സെയിം നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് കറക്റ്റ് വാല്യൂ കിട്ടും. സോ 7x + 25x = 160 നമുക്ക് എഴുതാലോ. ക്ലിയർ അല്ലേ? ഇതിലേതോ എക്സിനെ വെട്ടി ചുരുക്കിയിട്ടാണ് നമ്മൾ 7:25 കൊണ്ടുവന്നത്. സോ ഞാൻ ആ എക്സ് ഇവിടെ 2 കൊടുത്തു, അത്രയേ ഉള്ളൂ വ്യത്യാസം. ഓക്കെ, സോ നമുക്ക് കിട്ടും 32x = 160 or x = 160 divided by 32. 16ഉം 32ഉം കൂടെ ഡിവൈഡ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? 210 കിട്ടും ഇവിടെ. ക്ലിയർ അല്ലേ? സോ x = 5 എന്ന് കിട്ടി. ദാറ്റ് മീൻസ് എക്സിന്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 35 ആണ്, ഇസഡിന്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 125 ആണെന്ന് നമുക്ക് കിട്ടും. 25 × 5 എത്ര കിട്ടും? 125. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ വൈൻ്റെ അറ്റോമിക് മാസ് എന്താണ്? 35 + 125 ഡിവൈഡഡ് ബൈ 2 എന്ന് നമുക്ക് കിട്ടും. 120 + 30 എത്രയാണ്? 150. 150 + 10 എത്രയാണ്? 160. സോ 160 ഡിവൈഡ് ബൈ 2. ഇത് തന്നെയാണ് നമുക്ക് നേരത്തെ തന്നത്. 160 ഇവിടെ തന്നിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് പറയാം വൈൻ്റെ മാസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 3. യെസ്. ഓക്കെ, സോ 3 അല്ല 80 എന്ന് നമുക്ക് കിട്ടും. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? യെസ്, got it? Any doubts? No. Okay. നെക്സ്റ്റ് വൺ, ന്യൂലാൻഡ്സ് ലോ ഓഫ് ഒക്ടേവ്സ്. അപ്പോൾ അദ്ദേഹത്തിന്റെ എന്താ പറയുക ഡ്രോബാക്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ന്യൂലാൻഡ്സ് എന്ത് ചെയ്തു? പുതിയൊരു കാര്യം കൊണ്ടുവന്നു. ഡോബറീനിയൻ ട്രയാഡ് അല്ല ശരിക്കും ഉള്ളത്, ശരിക്കും ഈ ന്യൂലാൻഡ്സ് ലോ ഓഫ് ഒക്ടേവ്സ് ആണ് ശരിക്കും നമുക്ക് പറയാൻ പറ്റുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ന്യൂലാൻഡ്സ് അദ്ദേഹത്തിനൊരു എന്ത് പറഞ്ഞു? അദ്ദേഹത്തിനൊരു റൂൾ അദ്ദേഹം പറഞ്ഞു. എന്താ പറഞ്ഞത്? വെൻ എലമെന്റ്സ് ആർ അറേഞ്ച്ഡ് ഇൻ ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ദെയർ അറ്റോമിക് മാസ്. അവരുടെ അറ്റോമിക് മാസിന്റെ ഇൻക്രീസിംഗ് ഓർഡറിൽ നമ്മൾ ഓരോ എലമെന്റ്സിനെയും അറേഞ്ച് ചെയ്യാൻ നോക്കണം. അറ്റോമിക് മാസിന്റെ ഇൻക്രീസിംഗ് ഓർഡറിലാണ് അദ്ദേഹം അറേഞ്ച് ചെയ്തത്. പ്രോപ്പർട്ടീസ് ഓഫ് എവറി 8th element resembles the first one. ഒക്ടേവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമ്മൾ പറയും സ രി ഗ മ പ ധ നി സ. കറക്റ്റ് അല്ലേ? സോ അതായത് നമ്മുടെ സ്വരങ്ങളാണ് ഇതൊക്കെ. സ രി ഗ മ പ ധ നി സ. 8th element വീണ്ടും എന്ത് വന്നു? സ വന്നു അല്ലെ? സോ ഫസ്റ്റ് 1ഉം 8th 1ഉം തമ്മിൽ എന്തുണ്ട്? സിമിലാരിറ്റീസ് ഉണ്ട്. സോ അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഒക്ടേവ് എന്ന് വിളിച്ചത്. അപ്പൊ ഇവിടെ ഇങ്ങനെ എന്താ പറയുക ഇൻക്രീസിംഗ് ഓർഡറിൽ അറേഞ്ച് ചെയ്ത സമയത്ത് ഇവർക്കും എന്താ കിട്ടിയത്? എവറി 8th element ഫസ്റ്റ് എലമെന്റ് ആയിട്ട് സിമിലാരിറ്റി കാണിക്കുന്നുണ്ട് എന്ന് മനസ്സിലായി. അങ്ങനെ നമ്മുടെ എന്താ പറയാ അങ്ങനെ അറേഞ്ച് ചെയ്തപ്പോൾ എന്ത് ചെയ്തു? ഇങ്ങനത്തെ ഓരോ ഗ്രൂപ്പ്സ് ആയിട്ട് അവർക്ക് കിട്ടി. ആർക്ക്? ന്യൂലാൻഡ്സിന്. സോ ഹൈഡ്രജൻ നിങ്ങൾ നോക്കൂ, ഹൈഡ്രജന്റെ സെയിം ഗ്രൂപ്പിലാണ് ഫ്ലൂറിൻ, ക്ലോറിൻ, കൊബാൾട്ട്, നിക്കൽ, ബ്രോമിയം ഒക്കെ വരുന്നുണ്ട്. ദെൻ ലിഥിയം, സോഡിയം, പൊട്ടാഷ്യം, കോപ്പർ ആൻഡ് റുബീഡിയം. ഇങ്ങനെയൊക്കെയാണ് ഇദ്ദേഹത്തിന് എന്ത് കിട്ടിയത്? ഇങ്ങനെ അറേഞ്ച് ചെയ്തപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതായത് ഇവിടുന്ന് ഫ്ലൂറിലേക്കുള്ള ദൂരം എത്രയാണ്? 8 ആണ്. ലിഥിയത്തും സോഡിയത്തിലേക്കുള്ള ദൂരം എത്രയാണ്? 8 ആണ്. അന്ന് നമുക്ക് അറിയുന്ന എലമെന്റ്സിനെ വെച്ച് ചെയ്തതാണ് ഈ കാണുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഡൗട്ട്സ് ഇല്ലല്ലോ? ഓക്കെ, സോ നമ്മൾ എന്താ ചെയ്തത്? ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് അറ്റോമിക് മാസിന്റെ ഇൻക്രീസിംഗ് ഓർഡറിൽ നമ്മൾ എന്ത് ചെയ്തു? അറേഞ്ച് ചെയ്യാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി അപ്പൊ അതിനും എന്തുണ്ടായിരുന്നു? ചില ഡിമെറിറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. കാരണം നമുക്ക് തന്നെ അറിയാം ഹൈഡ്രജനും ഫ്ലൂറിനൊക്കെ ഒരേ ഗ്രൂപ്പിൽ വരിക എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് നോട്ട് പോസിബിൾ. സോ ഇറ്റ് വർക്ക്ഡ് ഓൺലി ഫോർ ലൈറ്റർ എലമെന്റ്സ്. ലൈറ്റർ എലമെന്റ്സിന് മാത്രമേ ഇത് വർക്ക് ആയുള്ളൂ. കാരണം നിങ്ങൾക്ക് അറിയാം മേലോട്ട് പോകുന്നിടത്ത് സംഭവിച്ചത് നിങ്ങൾ കണ്ടോ? കൊബാൾട്ട്, നിക്കലൊക്കെയാണ് ഈ സെയിം ഗ്രൂപ്പിൽ വന്നത്. സോ അപ് ടു കാൽഷ്യം ഇത് എന്ത് ചെയ്തു? അപ് ടു കാൽഷ്യം ഇത് ഓക്കെ ആണ്. പക്ഷെ അതിന് ശേഷം എന്ത് ചെയ്തു? അത് കൈവിട്ടു പോയി.
ലൈറ്റർ എലമെന്റ്സിന്റെ കേസിൽ മാത്രമേ ഇത് വർക്ക് ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ദ പ്രോപ്പർട്ടീസ് ഓഫ് ന്യൂലി ഡിസ്കവേർഡ് എലമെന്റ് ഡിഡ് നോട്ട് ഫിറ്റ് ഇൻ ടു ന്യൂലാൻഡ്സ് ലോ ഓഫ് ഒക്ടേവ്സ്. ആ സമയത്ത് ന്യൂലാൻഡ്സ് പറഞ്ഞു വെച്ചു, അതിനുശേഷം ചില എന്താ പറയുക എലമെന്റ്സ് ഒക്കെ കണ്ടുപിടിച്ചപ്പോൾ ആ എലമെന്റ്സിനൊന്നും ഈ ഗ്രൂപ്പിലൊന്നും നമുക്ക് പെടുത്താൻ പറ്റാത്തൊരവസ്ഥയും നമ്മൾ എന്ത് ചെയ്തു കണ്ടു. സോ ഇൻ ഓർഡർ ടു ഫിറ്റ് ദി എലമെന്റ്സ് ഇൻ ടു ഹിസ് ടേബിൾ, ന്യൂലാൻഡ്സ് പുട്ട് അൺലൈക്ക് എലമെന്റ്സ് ഇൻ ദ സെയിം സ്ലോട്ട് ആൻഡ് ദാറ്റ് ടു ഇൻ ദ സെയിം കോളം. സെയിം കോളത്തിൽ തന്നെ രണ്ട് എലമെന്റിനൊക്കെ ഇട്ടിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, ആ ഒരു ഇതിലേക്ക് അതിൽ എല്ലാത്തിനെയും കൂട്ടിച്ചേർക്കാൻ അദ്ദേഹം ശ്രമിച്ചു. വിച്ച് ഈസ് അനദർ അഡ്വാൻറ്റേജ് ഓഫ് ന്യൂലാൻഡ്സ് ലോ ഓഫ് ഒക്ടേവ്സ് എന്ന് പറയുന്നത്. എലമെന്റ്സ് വിത്ത് സിമിലർ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഡിഫറെന്റ് ആയിട്ടുള്ള ഗ്രൂപ്പിൽ പ്ലേസ് ചെയ്തതായിട്ട് നമ്മൾ എന്ത് ചെയ്തു കണ്ടു. ഇതൊക്കെയാണ് എന്ത് ന്യൂലാൻഡ്സ് ലോ ഓഫ് ഒക്ടേവ്സിന്റെ ഡീമെറിറ്റ്സ് ആയിട്ട് നമ്മൾ പറയുന്നത്. അപ്പോഴാണ് നമ്മുടെ എന്താ പറയുക മെന്റലീവ്സ് പീരിയോഡിക് ടേബിൾ എന്ന് പറഞ്ഞിട്ട് മെന്റലീവ് എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു സയന്റിസ്റ്റ് വരുന്നത്. അദ്ദേഹം എന്താ ചെയ്തത്, അദ്ദേഹം വേറെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ്, ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ് അദ്ദേഹം പിടിച്ചത്. എന്താ ചെയ്തത്, ഓക്സൈഡ്സിനെയും ഹൈഡ്രൈഡ്സിനെയും എടുത്തു. അന്നുള്ള എലമെന്റ്സിന്റെ എല്ലാത്തിനെയും ഓക്സൈഡ്സും ഹൈഡ്രൈഡ്സും എടുത്തിട്ട് അതില് എന്താ പറയാ നമ്മുടെ ഒരു എലമെന്റിന്റെ ബേസിക് പ്രോപ്പർട്ടിയാണ് അത് ഫോം ചെയ്യുന്ന ഓക്സൈഡ്സും ഹൈഡ്രൈഡ്സും. സോ ഒരേ രീതിയിലുള്ള ഓക്സൈഡ്സ് ഫോം ചെയ്യുന്നതും ഒരേ രീതിയിലുള്ള ഹൈഡ്രൈഡ്സ് ഫോം ചെയ്യുന്നതുമായിട്ടുള്ള ആളുകൾ അദ്ദേഹം ഒരു ഗ്രൂപ്പിലാക്കി മാറ്റി. അങ്ങനെ R2O RH എന്നുള്ള രീതി, ഓക്സൈഡ്സ് R2O എന്നുള്ള രീതിയിലും ഹൈഡ്രൈഡ്സ് ആണെങ്കിൽ RH എന്നുള്ള രീതിയിലും ഫോം ചെയ്യുന്ന ആളുകളെ എല്ലാത്തിനെയും പിടിച്ചിട്ട് ഒന്നിലേക്ക് ഇട്ടപ്പോൾ ഹൈഡ്രജൻ, ലിഥിയം, സോഡിയം, പൊട്ടാഷ്യം, റുബീഡിയം ആൻഡ് സെലീനി, ഇങ്ങനെ അദ്ദേഹത്തിന് എന്ത് കിട്ടി, ഒരു ഗ്രൂപ്പ് കിട്ടി. സെക്കൻഡ് വണ്ണിലേക്ക് വന്നപ്പോൾ ബെർലിയം, മാഗ്നീഷ്യം, കാൽഷ്യം, സിങ്ക്, സ്ട്രോൺഷ്യം, കാഡ്മിയം, ബേരിയം, മെർക്കുറി, ഇങ്ങനെ അദ്ദേഹത്തിന് വേറെ ഒന്നും കിട്ടി. ഇനി നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ചില സ്ഥലത്ത് അദ്ദേഹം എന്തിട്ടുണ്ട്, വെറുതെ ഫ്രീ സ്പേസും ഇട്ടിട്ടുണ്ടായിരുന്നു. ക്ലിയർ അല്ലേ? ഓക്കെ, ഇങ്ങനെ ഓരോന്നിന്റെയും അനുസരിച്ച് അദ്ദേഹം എന്ത് ചെയ്തു, ഓരോ ഗ്രൂപ്പുകൾ ഫോം ചെയ്തു. ഓരോ ടൈപ്പ് ഓഫ് ഓക്സൈഡ്സ് ആൻഡ് ഹൈഡ്രൈഡ്സ് ഫോം ചെയ്യുന്ന ആളുകൾ എല്ലാത്തിനെയും കൂടെ പിടിച്ചിട്ട് ഒരു ഗ്രൂപ്പിലാക്കി എന്ത് ചെയ്തു, അദ്ദേഹം മാറ്റി. ഇതാണ് എന്ത് ചെയ്തത്, മെന്റലീവ്സ് പീരിയോഡിക് ടേബിൾ ചെയ്തത്. സോ അങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി നമ്മുടെ പ്രോപ്പർട്ടീസ്, അതെങ്കിൽ ഒരു എലമെന്റിന്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് പീരിയോഡിക് ഫംഗ്ഷൻസ് ഓഫ് ദെയർ അറ്റോമിക് മാസ് ആണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ഇതാണ് എന്ത് മെന്റലീവ്സ് പീരിയോഡിക് ലോ എന്ന് പറയുന്നത്. സോ മെന്റലീവ് പറഞ്ഞാൽ എന്താണ്, ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എൻ എലമെന്റ് ആർ ദ പീരിയോഡിക് ഫംഗ്ഷൻസ് ഓഫ് ദെയർ അറ്റോമിക് മാസ് എന്നാണ് പറഞ്ഞത്. അതായത് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസിൽ റിപ്പീറ്റേഷൻ കാണുന്നുണ്ട് ഓരോരോ എലമെന്റ്സും തമ്മിൽ. അത് എന്തിന്റെ പീരിയോഡിക് ഫംഗ്ഷൻ ആയിട്ടാണ് പറയുന്നത്, അറ്റോമിക് മാസിന്റെ പീരിയോഡിക് ഫംഗ്ഷൻ ആയിട്ടാണ് എന്ത് ചെയ്തത് മെന്റലീവ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ അതാണ് എന്ത് മെന്റലീവ്സ് പീരിയോഡിക് ലോ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, യെസ്, എന്തൊക്കെയാണ് മെന്റലീവ്സ് പീരിയോഡിക് ടേബിളിന്റെ മെറിറ്റ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ആർ ബേസ്ഡ് ഓൺ ദ പ്രോപ്പർട്ടീസ് ഓഫ് ദി എലമെന്റ്സിന്റെ ബേസിസിലാണ് അദ്ദേഹം എന്ത് ചെയ്തത്, ക്ലാസിഫൈ ചെയ്തത്. സോ കുറച്ചും കൂടെ ഒരു ഒത്തന്റിക് ആയിട്ടുള്ള ഒരു കണ്ടുപിടുത്തമായിരുന്നു എന്ത് മെന്റലീവ്സ് പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത്. ഓക്കെ, യെസ്, ഓക്കെ. അപ്പോ എന്താ പറയാ, കാരണം എന്താണ്, ഓക്സൈഡ്സിന്റെയും ഹൈഡ്രൈഡ്സിന്റെയും ഒക്കെ ബേസിസിലാണ് അദ്ദേഹം എന്ത് ചെയ്തത് അവരെ ക്ലാസിഫൈ ചെയ്തത്. സോ ഒന്നും കൂടെ എന്തുണ്ട്, അവരുടെ പ്രോപ്പർട്ടീസിൽ കുറച്ചും കൂടെ സിമിലാരിറ്റീസ് ഉള്ള ആളുകളാണ് എന്ത് ചെയ്തത്, ഒരു ഗ്രൂപ്പിൽ വന്നത് എന്ന് നമുക്ക് പറയാം. ഓക്കെ, നെക്സ്റ്റ് വൺ, ഹി ലെഫ്റ്റ് ഗ്യാപ്പ് ഇൻ ഹിസ് പീരിയോഡിക് ടേബിൾ ഫോർ എലമെന്റ്സ് യെറ്റ് ടു ബി ഡിസ്കവേർഡ്. അതായത് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു, ചില സ്ഥലത്ത് അദ്ദേഹം എന്ത് ഇട്ടിട്ടുണ്ട്, കുറച്ച് സ്ഥലം വിട്ടിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഈ എലമെന്റ്സിനൊന്നും നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല, ഈ എലമെന്റിനെ നമ്മൾ കണ്ടുപിടിക്കും, അതിന്റെ പ്രോപ്പർട്ടീസ് ഇങ്ങനെയും പ്രോപ്പർട്ടീസ് ആയിരിക്കും അതിനുണ്ടായിരിക്കുക, അതിനൊരു പേരും വിളിച്ചിട്ട് എന്ത് ചെയ്തു, അദ്ദേഹം അവിടെ അതിന് വേണ്ടിയിട്ടുള്ള സ്ഥലം വിട്ടു. അവിടെ നമ്മൾ പറയുന്നതാണ് എന്ത്, അലൂമിനിയത്തിന്റെ താഴെ അദ്ദേഹം സ്ഥലം വിട്ടിട്ട് പറഞ്ഞു ഇവിടെ എഗാ അലൂമിനിയം എന്നാണ് അവിടെ ഇനി വരാൻ പോകുന്ന എലമെന്റിന് അദ്ദേഹം പേരിട്ടത്. ആ എലമെന്റ് ആയിരുന്നു ആര്, നമ്മുടെ ഗാലിയം എന്ന് പറയുന്നത്. അതേപോലെ സിലിക്കോണിന്റെ താഴെയും അദ്ദേഹം എന്ത് ചെയ്തു, ഒരു സ്പേസ് വിട്ടു. എന്നിട്ട് പറഞ്ഞു ഇവിടെ കണ്ടുപിടിക്കേണ്ടത് എക്കാ സിലിക്കോൺ ആണ്, ദാറ്റ് ഇസ് നത്തിങ് ബട്ട് ജെർമേനിയം ആയിരുന്നു. അതിന്റെ മോളിക്കുലാർ മാസ് ഇതായിരിക്കും, അതിന്റെ പ്രോപ്പർട്ടീസ് ഇങ്ങനെയൊക്കെ ആയിരിക്കും ഉണ്ടായിരിക്കുക എന്നൊക്കെ അദ്ദേഹം പ്രെഡിക്റ്റ് ചെയ്തിട്ട് ഇങ്ങനത്തെ എലമെന്റ്സിനെ നമ്മൾ കണ്ടുപിടിക്കും, അതിനെ ഈ സ്ഥലത്താണ് നമ്മൾ പ്ലേസ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ആ ഒരു ഗ്യാപ്പ് അവിടെ ലീവ് ചെയ്തിട്ട് അതിന്റെ പ്രോപ്പർട്ടീസ് പ്രെഡിക്റ്റ് ചെയ്യാൻ വരെ ആർക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു, മെന്റലീവ്സ് പീരിയോഡിക് ടേബിളിന് സാധിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് വേറൊരു കാര്യം. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? യെസ്, അവിടെയാണ് നമ്മുടെ എന്ത് വന്നത്, എഗ അലൂമിനിയം ആൻഡ് എഗ സിലിക്കൺ വരുന്നത്. ഓക്കെ, അദ്ദേഹത്തിന്റെ പ്രഡിക്റ്റഡും നമ്മൾ ശരിക്കും കണ്ടുപിടിച്ച കാര്യങ്ങളാണ്. ഏകദേശം എന്താണെല്ലാം സിമിലർ ആയിട്ടാണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്. ദെൻ ഡിറ്റർമിനേഷൻ ഓഫ് കറക്ഷൻ ഓഫ് ഡൗട്ട്ഫുൾ അറ്റോമിക് വെയ്റ്റ്സ്. ആ സമയത്ത് നമുക്ക് ചില ഡൗട്ട്ഫുൾ ആയിട്ടുള്ള അറ്റോമിക് വെയ്റ്റ്സ്, ചില എലമെന്റ്സിന്റെ അറ്റോമിക് വെയ്റ്റിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ അദ്ദേഹം എന്ത് ചെയ്തു, അങ്ങനത്തെ ചില അറ്റോമിക് വെയ്റ്റുകൾ അദ്ദേഹം ശരിക്കുള്ള അറ്റോമിക് വെയ്റ്റ് കണ്ടുപിടിച്ച് അതിനെ കറക്റ്റ് ചെയ്തു. ബെറിലിയത്തിന്റെ ഏർലിയർ അതിന്റെ അറ്റോമിക് വെയ്റ്റ് പറഞ്ഞത് 13.5 ആയിരുന്നു. പക്ഷെ അദ്ദേഹം അത് കറക്റ്റ് ചെയ്തിട്ട് എത്രയാക്കി മാറ്റി, 9 ആക്കി മാറ്റുകയാണ് ചെയ്തത് ബെറിലിയത്തിന്റെ അറ്റോമിക് വെയ്റ്റ്. സോ ഇങ്ങനെയും ഇതും അദ്ദേഹം ചെയ്ത ഒരു എന്താണ് മെറിറ്റ്സ് ആയിട്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ
പീരിയോഡിക് ടേബിളിൽ ഒരു മെറിറ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ഇത്രയും മെറിറ്റ്സ് ഉണ്ടെങ്കിലും വീണ്ടും മെന്റലീവ്സ് പീരിയോഡിക് ടേബിളിലും എന്തുണ്ടായിരുന്നു? ഡീമെറിറ്റ്സ് ഉണ്ടായിരുന്നു. അതെന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത്. സോ ദ പൊസിഷൻ ഓഫ് ഐസോടോപ്പ് കുഡ് നോട്ട് ബി എക്സ്പ്ലെയിൻഡ് ബൈ ദ മെന്റലീവ്സ് പീരിയോഡിക് ടേബിൾ. നമ്മുടെ ഐസോടോപ്സിന്റെ പൊസിഷൻ പറയാനായിട്ട് ആർക്ക് സാധിച്ചിട്ടില്ല? മെന്റലീവ്സ് പീരിയോഡിക് ടേബിളിന് സാധിച്ചിട്ടില്ല. ഫോർ എക്സാമ്പിൾ, ക്ലോറിന് 2 ഐസോടോപ്സ് ഉണ്ട്. ക്ലോറിൻ 35 ക്ലോറിൻ 37 ഉണ്ട്, വിച്ച് കുഡ് നോട്ട് ബി പ്ലേസ്ഡ് ഇൻ ദ സെയിം പ്ലേസ് ഓഫ് മെന്റലീവ്സ് പീരിയോഡിക് ടേബിൾ. മെന്റലീവ്സ് പീരിയോഡിക് ടേബിളിനെ സംബന്ധിച്ചിടത്തോളം ഇവർ രണ്ടുപേരും നമുക്ക് ഒരു സ്ഥലത്ത് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? വെക്കാനായിട്ട് കഴിയുന്നില്ല. സോ ദാറ്റ് ഈസ് വൺ ഓഫ് ദി ഡീമെറിറ്റ്സ് ഓഫ് മെന്റലീവ്സ് പീരിയോഡിക് ടേബിൾ എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. നെക്സ്റ്റ് വൺ എന്താണ്? റോങ് ഓർഡർ ഓഫ് അറ്റോമിക് മാസ് ഓഫ് സം എലമെന്റ്സ് കുഡ് നോട്ട് ബി എക്സ്പ്ലെയിൻഡ്. അതായത് കൊബാൾട്ടിന് എന്തുണ്ട്? ഹയർ അറ്റോമിക് മാസ് 58.9 ഉണ്ട്, ആൻഡ് നിക്കലിന് എന്താണ്? ലോവർ ആണ്, 58.7 ആണുള്ളത്. പക്ഷെ നിങ്ങൾ ഇതിൽ നോക്കുന്ന സമയത്ത് നമ്മുടെ ആരൊക്കെയാ പറഞ്ഞത്? കൊബാൾട്ടിനെയും ആൻഡ് നിക്കലിനെയാണ് പറഞ്ഞിട്ടുള്ളത്. കൊബാൾട്ടിനെയും നിക്കലിനെയും നിങ്ങൾ ഇതിൽ നോക്കുന്ന സമയത്ത് കൊബാൾട്ട് കഴിഞ്ഞിട്ടാണ് ആര് വരുന്നത്? നമ്മുടെ നിക്കൽ വരുന്നത്, വിച്ച് ഇസ് നോട്ട് ആക്സെപ്റ്റബിൾ. കാരണം അദ്ദേഹം പറഞ്ഞത് എന്താണ്? അറ്റോമിക് മാസിന്റെ ഇൻക്രീസിംഗ് ഓർഡറിലും കൂടെയാണ് ഇവരെ എന്ത് ചെയ്തിട്ടുള്ളത്? പ്ലേസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നിങ്ങളിവിടെ നോക്കൂ, ഇവിടെ കുറവുള്ള നിക്കലല്ലേ ആദ്യം വരേണ്ടത്, എന്നിട്ടല്ലേ കൊബാൾട്ട് വരാൻ പാടുള്ളൂ. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? സോ ചില അറ്റോമിക് മാസിന്റെ ഓർഡറിൽ എന്തുണ്ടായിരുന്നു? വേരിയേഷൻസ് ഉണ്ടായിരുന്നു. ക്ലിയർ ആണോ? അതേപോലെ തന്നെ അദ്ദേഹത്തിനെ കൊണ്ട് കഴിയാതിരുന്ന വേറെ കാര്യമാണ് ഹൈഡ്രജൻ ആറ്റത്തിന് ഒരു ഇന്ന സ്ഥലത്ത് വരും എന്ന് പറയാനായിട്ട് ആർക്ക് സാധിച്ചിട്ടില്ല? മെന്റലീവ്സ് പീരിയോഡിക് ടേബിളിന് സാധിച്ചിട്ടില്ല. ഹൈഡ്രജൻ ഒരു കറക്റ്റ് പൊസിഷൻ കൊടുക്കാൻ അല്ലെങ്കിൽ ഹൈഡ്രജനെ കറക്റ്റ് സ്ഥലത്ത് അസൈൻ ചെയ്യാനായിട്ട് ആർക്ക് സാധിച്ചിട്ടില്ല? മെന്റലീവ്സ് പീരിയോഡിക് ടേബിളിന് സാധിച്ചിട്ടില്ല. ദെൻ എലമെന്റ്സ് വിത്ത് ഡിഫറെന്റ് നേച്ചർ വർ പ്ലേസ്ഡ് ഇൻ വൺ ഗ്രൂപ്പ്. ചില സമയത്ത് അദ്ദേഹത്തിന് എന്ത് പറ്റിപ്പോയി? ഡിഫറെന്റ് പ്രോപ്പർട്ടീസ് കാണിക്കുന്ന ആളുകൾ എല്ലാത്തിനെയും ഒരു ഗ്രൂപ്പിൽ പെടുകയും ചെയ്തു. സോ ഇതെല്ലാം എന്താണ്? മെന്റലീവ്സ് പീരിയോഡിക് ടേബിളിന്റെ ഡീമെറിറ്റ്സ് ആയിട്ട് നമുക്ക് പറയാം. സോ ഇത്രത്തോളം ഡീമെറിറ്റ്സ് ഉള്ള സ്ഥിതിക്ക് എന്ത് വേണം? നമുക്ക് പുതിയൊരു പീരിയോഡിക് ടേബിൾ കണ്ടുപിടിക്കണം. അവിടെയാണ് നമ്മുടെ മോഡേൺ പീരിയോഡിക് ടേബിൾ. ഹെൻറി മോസ്ലിന്റെ അവതരണം അവിടെയാണ് വരുന്നത്. അദ്ദേഹം വന്നിട്ട് കാര്യങ്ങളെല്ലാം എന്ത് ചെയ്തു? ചെറിയ രീതിയിലൊക്കെ മാറ്റങ്ങൾ വരുത്തി നമ്മൾ ഇന്ന് കാണുന്ന നമ്മുടെ പീരിയോഡിക് ടേബിൾ നമ്മളെ കയ്യിലേക്ക് തന്നു. ഓക്കെ, അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹെൻറി മോസ്ലി മോഡിഫൈഡ് മെന്റലീവ്സ് പീരിയോഡിക് ലോ ആൻഡ് പ്രപ്പോസ് ദ ലോ ബേസ്ഡ് ഓൺ ദി അറ്റോമിക് നമ്പർ. അതിനെയാണ് നമ്മൾ മോഡേൺ പീരിയോഡിക് ലോ എന്ന് പറയുന്നത്. എന്താ പറഞ്ഞത്? ദ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ്സ് ആർ ദ പീരിയോഡിക് ഫംഗ്ഷൻസ് ഓഫ് ദെയർ അറ്റോമിക് നമ്പേഴ്സ് എന്ന് അദ്ദേഹം പറഞ്ഞു. നേരത്തെ മെന്റലീവ് പറഞ്ഞ എന്തായിരുന്നു? അറ്റോമിക് മാസിന്റെ പീരിയോഡിക് ഫംഗ്ഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് ചെറുതായിട്ടൊന്ന് മാറ്റി അറ്റോമിക് നമ്പർ ആക്കി ഹെൻറി മോസ്ലി നമ്മുടെ ഇപ്പൊ നമ്മൾ കാണുന്ന നമ്മുടെ പീരിയോഡിക് ടേബിൾ കൊണ്ടുവരാണ് ചെയ്തത്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? അപ്പൊ ഈ പീരിയോഡിക് ടേബിളിൽ നിങ്ങൾ നോക്കും, നമുക്ക് എത്ര എത്ര പീരീഡും എത്ര ഗ്രൂപ്പാണ് ഇതിലുള്ളത് എന്നുള്ള കാര്യമൊക്കെ നമുക്ക് അറിയുന്നതാണ്. സോ 1 2 3 4 5 6 7 പീരിയഡ്സും 18 ഗ്രൂപ്പ്സ് ആണ് നമുക്ക് എന്തുള്ളത്? ഒരു മോഡേൺ പീരിയോഡിക് ടേബിളിലുള്ളത്. ഫസ്റ്റ് 2 ഗ്രൂപ്പ്സിന് നമ്മൾ വിളിക്കുന്ന പേരാണ് എസ് ബ്ലോക്ക്. ദെൻ 13 to 18 നമ്മൾ വിളിക്കുന്ന പേരാണ് പി ബ്ലോക്ക്. 3 to 12 നമ്മൾ വിളിക്കുന്ന പേരാണ് ഡി ബ്ലോക്ക്. അതിന്റെ ഇടയിൽ തന്നെ നമ്മളെടുത്ത 28 എലമെന്റ്സ് ആണ് എഫ് ബ്ലോക്കിലുള്ളത്. അതിൽ ഫസ്റ്റ് വൺ ലാൻത്തനോയിഡ്സ് ആൻഡ് സെക്കൻഡ് വൺ ആക്ടിനോയിഡ്സ്. ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മളിപ്പോൾ പറയും. സോ characteristics of long form of periodic table. It consists of 18 vertical columns, which is known as in the groups, and 7 horizontal rows, which is known as in the periods, right? So arranged elements in the order of their increasing atomic number ന്റെ ഓർഡറിലാണ് നമ്മൾ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. മെന്റലീവ്സിലോ ഇൻക്രീസിംഗ് അറ്റോമിക് മാസിന്റെ ഓർഡറിലായിരുന്നു അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഗ്രൂപ്പ്സ്, ദിസ് ടേബിൾ കൺസിസ്റ്റ് ഓഫ് 18 vertical columns. അതിനെയാണ് നമ്മൾ ഗ്രൂപ്പ്സ് എന്ന് വിളിക്കുന്നത്. ഈച്ച് ഗ്രൂപ്പ് കൺസിസ്റ്റ് ഓഫ് നമ്പർ ഓഫ് എലമെന്റ്സ് ഹാവിംഗ് സെയിം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ദി വാലൻസ് ഷെൽ. അതായത് ഇപ്പൊ ഞാൻ ഇതെല്ലാം ഒരു ഗ്രൂപ്പിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് എല്ലാവരുടെയും വാലൻസ് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താണ്? NS1 ആണ്. ക്ലിയർ ആണോ? NS1 ആണ് ഇവരുടെ എല്ലാവരുടെയും വാലൻസ് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത്. സോ ഓരോ എലമെന്റ് അതിന്റെ സെയിം ഗ്രൂപ്പ്സിലാണ് അവരുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് അവരുടെ എല്ലാവരുടെയും വാലൻസ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസിന്റെ എണ്ണം ഈക്വൽ ആണ്. ഓക്കെ അല്ലേ? സോ ഗ്രൂപ്പ്സ് ആർ നമ്പേർഡ് ഫ്രം 1 to 18. പീരിയഡ്സ് എന്താണ്? ദിസ് ടേബിൾ കൺസിസ്റ്റ് ഓഫ് 7 ഹൊറിസോണ്ടൽ റോസ്. ഈ 7 ഹൊറിസോണ്ടൽ റോസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പീരിയഡ്സ് എന്ന് പറയുന്നത്. സോ ഫ്രം ടോപ്പ് ടു ബോട്ടം 1 2 3 4 5 6 7 എന്നുള്ള രീതിയിലാണ് നമ്മൾ അതിനെ നമ്പർ ചെയ്തിട്ടുള്ളത്. ദ പീരിയഡ് നമ്പർ കറസ്പോണ്ട് ടു ദ ഹയസ്റ്റ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ഓഫ് ദി എലമെന്റ്. അതായത് ഇപ്പൊ ഞാൻ ഹൈഡ്രജൻ എടുക്കുകയാണെങ്കിൽ ഹൈഡ്രജൻ ബിലോങ്സ് ടു ദ പീരിയഡ് 1 അല്ലേ? സോ ഇവിടുത്തെ ഹയസ്റ്റ് നമ്പർ ഓഫ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഷെൽ നമ്പർ ആണ് നമുക്കറിയാം. സോ ഇവിടെ ആകെ ഒരു
ഷെല്ലേ ഉള്ളൂ നമുക്ക് പറയാൻ പറ്റും. ഇനി ഇതെന്താണ്? സെക്കൻഡ് പീരിയഡ് ആണ്. ഈ സെക്കൻഡ് പീരിയഡിലുള്ള എല്ലാ എലമെന്റ്സിനെ നിങ്ങൾ എടുത്ത് നോക്കൂ, അപ് ടു നിയോൺ വരെ ഇവർക്ക് ആകെ എത്ര ഷെല്ലേ ഉണ്ടാവുള്ളൂ? 2 ഷെല്ലേ ഉണ്ടാവുള്ളൂ. തേർഡ് പീരിയഡിലേക്ക് പോകുമ്പോൾ ഇവർക്ക് എല്ലാവർക്കും എത്ര ഷെല്ലാണ്ടായിരിക്കാം? 3 ഷെല്ലാണ്ടായിരിക്കാം. അതാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ പീരിയഡിന്റെ എണ്ണം കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് എന്നാണ് പറയുന്നത്. Clear alle? Okay alle? So each period starts with an alkali metal having an outermost electronic configuration NS1 and ends with a noble gas with outermost electronic configuration NS2 NP6. നമുക്കറിയാം ഫസ്റ്റ് ഗ്രൂപ്പിൽ നിന്നാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്, 18th ഗ്രൂപ്പിലാണ് അത് അവസാനിക്കുന്നത്. സോ ഫസ്റ്റ് ഗ്രൂപ്പ് ആകുമ്പോൾ NS1 ആയിരിക്കും, 18th ആകുമ്പോൾ എന്തായിരിക്കും? NS2 NP6 ആയിരിക്കും. അതെന്താണ്? നോബൽ ഗ്യാസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആയിരിക്കും എന്നുള്ള കാര്യം. ഇനി ഇതിൽ നമ്മൾ ഓരോ ബ്ലോക്സ് ഉണ്ട്, നമുക്കറിയാം എസ് ബ്ലോക്ക് ഉണ്ട്, പി ബ്ലോക്ക് ഉണ്ട്, ഡി ബ്ലോക്ക് ഉണ്ട്, എഫ് ബ്ലോക്ക് ഉണ്ട്. ഇത് ഓരോന്നിനെയും കുറിച്ചിട്ടാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാനായിട്ട് പോകുന്നത്. സോ എന്താണ് എസ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എലമെന്റ്സ് ഇവിടെ എന്താ പറയാ, ലാസ്റ്റ് ഇലക്ട്രോൺ പോകുന്നത് എസ് സബ്ഷെല്ലിലേക്കാണെങ്കിൽ അത്തരത്തിലുള്ള എലമെന്റ്സ് നമ്മൾ വിളിക്കുന്ന പേരാണ് എസ് ബ്ലോക്ക് എലമെന്റ്സ്. ഗ്രൂപ്പ് 1 ആൻഡ് ഗ്രൂപ്പ് 2 ആണ് ഇതിൽ വരുന്നത്. അവരുടെ കോൺഫിഗറേഷൻ വരുന്നത് എന്താണ്? NS1 to 2, ഒന്നുകിൽ NS1 ആവാം അല്ലെങ്കിൽ NS2 ആവാം. ഓക്കെ, ഗ്രൂപ്പ് 1ഉം 2 ആണ് എസ് ബ്ലോക്കിൽ ഉണ്ടായിരിക്കുക എന്നുള്ള കാര്യം നമുക്കറിയാം. എക്സ്ട്രീം ലെഫ്റ്റ് ഓഫ് ദ പീരിയോഡിക് ടേബിളിലാണ് ഇവരുള്ളത്. ഇവർ മോസ്റ്റ്ലി ഇലക്ട്രോപോസിറ്റീവ് ക്യാരക്ടർ കൂടിയ ആളുകളാണ് എന്നുള്ള കാര്യം നമുക്കറിയാം. മോസ്റ്റ്ലി മെറ്റൽസ് ആണ് ഇവിടെ എന്തിലുള്ളത്? നമ്മുടെ ഈ ഒരു 2 ഗ്രൂപ്പ്സിലായിട്ടുള്ളത്. ഓക്കെ അല്ലെ? ടോട്ടൽ നമ്പർ ഓഫ് ഇവിടുത്തെ എലമെന്റ്സിന്റെ ടോട്ടൽ നമ്പർ എന്ന് പറയുന്നത് 13 ആണ്. ഗ്രൂപ്പ് 1 എലമെന്റ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ആൽക്കലി മെറ്റൽസ്, റൈറ്റ്? ആൽക്കലി മെറ്റൽസ്. ആൻഡ് ഗ്രൂപ്പ് 2 എലമെന്റ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. എന്താ വിളിക്കുക? ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്നാണ് നമ്മൾ ഇവരെ വിളിക്കാറുള്ളത്. ഓക്കെ അല്ലെ? ഇനി പി ബ്ലോക്ക് എലമെന്റ്സിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം ഗ്രൂപ്പ് 13 to 18 ആണ് എന്ത് വരുന്നത്? പി ബ്ലോക്ക് എലമെന്റ്സ് വരുന്നത്. അവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നുണ്ടായിരിക്കും എന്താണ്? NS2 NP1 to 6 ആയിരിക്കും. നമുക്കറിയാം പി ബ്ലോക്കിൽ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നത് എത്രയാണ്? 6 ആണ്. സോ NS2 NP1 to 6 ആയിരിക്കും നമുക്ക് ഉണ്ടായിരിക്കാം. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? സോ നെക്സ്റ്റ് വൺ ഹീലിയം ഉണ്ട് ഇതിന്റെ കേസിൽ. അതൊരു എക്സെപ്ഷൻ ആണ്. ഹീലിയം എന്താണ്? 1s2 ആണ്. അത് നമുക്ക് ഈ ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് വരുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. അവരുടെ പ്രോപ്പർട്ടിന്റെ ബേസിസിലാണ് അവരെ നമ്മൾ എന്തിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത്? 18th ഗ്രൂപ്പ് എലമെന്റ് ആയിട്ട് നമ്മൾ വെച്ചിട്ടുള്ളത്. ഓക്കെ, യെസ്. ആൻഡ് നമുക്കറിയാം ഇവർ എക്സ്ട്രീം എന്താ പറയുക റൈറ്റിലുള്ള ആളുകളാണ് എന്ത്? പി ബ്ലോക്ക് എലമെന്റ്സ്. എസ് ബ്ലോക്ക് എലമെന്റ്സ് എക്സ്ട്രീം ലെഫ്റ്റിലുള്ള ആളുകളാണ്. ഇതാണ് അവരുടെ എന്ത് വരുന്നത്? എന്താ പറയുക ഗ്രൂപ്പ് 13 to 18 എലമെന്റ്സ് വരുന്നത്. ഇനി എസ് ബ്ലോക്ക് എലമെന്റ്സിനെയും പി ബ്ലോക്ക് എലമെന്റ്സിനെയും കൂടെ കൂട്ടിയിട്ട് നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? റെപ്രസെന്റേറ്റീവ് എലമെന്റ്സ്. എന്താ വിളിക്കുന്നത്? റെപ്രസെന്റേറ്റീവ് എലമെന്റ്സ് എന്നാണ് ഇവരെ രണ്ടുപേരെയും കൂടെ ഒരുമിച്ച് നമ്മൾ വിളിക്കുന്ന പേര്. Okay, yes. Next one, D block elements. The element in which the outermost അല്ലെങ്കിൽ penultimate shell, അതായത് D block elements എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, നിങ്ങൾക്കറിയാം അവസാന ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള nth ഷെല്ലിലുള്ള എസിലേക്ക് പോയി കഴിഞ്ഞിട്ട് ദെൻ അവരുടെ പെനൾട്ടിമേറ്റ് ഷെല്ലിലുള്ള ഡി ഓർബിറ്റലിലാണ് അവസാനത്തെ ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കുക? ഇവിടെ പോകുന്നുണ്ടായിരിക്കുക. ഗ്രൂപ്പ് 3 to ഗ്രൂപ്പ് 12 ആണ് ഡി ബ്ലോക്ക് എലമെന്റ്സിൽ വരുന്നത് എന്നുള്ള കാര്യം നമുക്കറിയാം. അവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ജനറൽ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താണ്? N-D1 to 10, NS1 to 2. ക്ലിയർ അല്ലേ? ഇതാണ് എന്ത് ചെയ്യുന്നത്? ഇവരുടെ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത്. ഇതിൽ എക്സെപ്ഷൻ ഉണ്ട്. 1 is പലേഡിയം. എന്താണ് പലേഡിയത്തിന്റെ കേസിൽ വരുന്നത്? എന്താണ്? 4D10 5s0 എന്നാണ് പലേഡിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത്. അത് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഇവിടെ എടുക്കുന്നില്ല. ഓക്കെ, യെസ്. നമ്മൾ നേരത്തെ ഹീലിയത്തിന്റെ കേസ് പറഞ്ഞ പോലെ തന്നെ ഇവിടെ നമുക്കുള്ള എക്സെപ്ഷൻ ആണ് ആര്? പലേഡിയം. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞ നേരത്തെ പി ബ്ലോക്കിന്റെ എസ് ബ്ലോക്കിന്റെ ഒക്കെ കാണിച്ച പോലെ തന്നെ നമുക്ക് ഡി ബ്ലോക്കിലുള്ള ആളുകളാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഈ ഒരു ഫസ്റ്റ് റോ എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചിരിക്കണം. ഡി ബ്ലോക്കിന്റെ കേസിൽ കേട്ടോ ഫസ്റ്റ് റോ എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചിരിക്കണം. ഇനി ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ ഇനിയും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. നമ്മൾ ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് അവരെ വിളിക്കാറുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ന്യൂട്രൽ സ്റ്റേറ്റിലോ അല്ലെങ്കിൽ അവരുടെ അയോണിക് സ്റ്റേറ്റിലോ അവർക്ക് പാർഷ്യലി ഫിൽഡ് N-1 ഡി ഓർബിറ്റൽസ് ആണ് പ്രസന്റ് ആയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള മെറ്റൽസിനെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എലമെന്റ്സിനെ നമുക്ക് ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് വിളിക്കാനായിട്ട് കഴിയും. എപ്പോഴാവണം? ന്യൂട്രൽ സ്റ്റേറ്റിലോ അല്ലെങ്കിൽ അവരുടെ അയോണിക് സ്റ്റേറ്റിലെങ്കിലും അവരെന്ത് കാണിക്കണം? പാർഷ്യലി ഫിൽഡ് ആയിട്ടുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കാണിക്കണം. അവരെ മാത്രമേ നമ്മൾ എന്ത് വിളിക്കുള്ളൂ? ട്രാൻസിഷൻ എലമെന്റ് എന്ന് വിളിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ നോക്കുക, നമ്മുടെ ഈ എലമെന്റ്സിനെ ഒന്നും നമ്മൾ ട്രാൻസിഷൻ എലമെന്റ് എന്ന് വിളിക്കാറില്ല. ആരാണ്? സിങ്ക്, കാഡ്മിയം, മെർക്കുറി ഇവരൊന്നും എന്ത് ചെയ്യുന്നില്ല? ട്രാൻസിഷൻ എലമെന്റ്സിൽ വരുന്നില്ല. കാരണം അവരുടെ അറ്റോമിക് സ്റ്റേറ്റിലും അയോണിക് സ്റ്റേറ്റിലും ഇവർക്ക് കംപ്ലീറ്റ്ലി ഫിൽഡ് ഡി ഓർബിറ്റൽ ആണുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവരെ ഒന്നും ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് വിളിക്കാറില്ല. ഓക്കെ, യെസ്. ഓക്കെ. ആൻഡ് ഇവർക്കുള്ള വേറെ പ്രത്യേകത എന്താണ്? ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ വേറെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഒരുപാട് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് കാണിക്കാൻ അവർക്കുള്ള പ്രോപ്പർട്ടി ഉണ്ട്. ദെൻ അവർ കളേർഡ് കോംപ്ലക്സിനെ ഉണ്ടാക്കാനുള്ള പ്രോപ്പർട്ടി അവർക്കുണ്ട്. ടോട്ടൽ നമ്പർ ഓഫ് അവിടുത്തെ എലമെന്റ്സ് എന്ന് പറയുന്നത് എത്രയാണ്? 40 ആണ്.
Okay, clear? Yes. So those elements which have partially filled d orbital in neutral state അവരെയാണ് നമ്മൾ ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് വിളിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ നേരത്തെ പഠിച്ചു. ഡി ബ്ലോക്കിന് നമ്മൾ 4 സീരീസ് ആയിട്ടാണ് പറയുന്നത്. അതായത് നമ്മൾ 4th പീരീഡ് മുതലാണ് അവർ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ 4 സീരീസ് ആണ് നമുക്കുള്ളത്. ഏതൊക്കെയാണ് ഓരോ സീരീസും? ഇത് 3D സീരീസ്, 4D സീരീസ്, 5D സീരീസ് ആൻഡ് 6D സീരീസ്. ഇങ്ങനെയാണ് നമുക്കുള്ളത്. 4, 3, 4, 5, 6, 7 പീരിയഡ്സിൽ നമുക്ക് 4 എന്താ പറയുക സീരീസസ് ആയിട്ടാണ് എന്ത് കിടക്കുന്നത്? നമ്മുടെ ഡി ബ്ലോക്ക് എലമെന്റ്സ് കിടക്കുന്നത്. ഫസ്റ്റ് ട്രാൻസിഷൻ സീരീസ് നമ്മൾ വിളിക്കുന്ന പേരാണിത് 3D സീരീസ്. 3D സീരീസ് എവിടെ മുതൽ എവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? സ്കാൻഡിയം ടു സിങ്ക് ആണ് വരുന്നത്. സെക്കൻഡ് സീരീസ് എന്ന് പറയുമ്പോൾ 4D സീരീസ് ആണ്, യിട്രിയം ടു കാഡ്മിയം വരെയാണുള്ളത്. ദെൻ തേർഡ് സീരീസിലേക്ക് വരുമ്പോൾ ലന്താനം, ഹാഫ്നിയം ടു മെർക്കുറി ആണ് നമുക്ക് വരുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ദെൻ ആക്ടീനിയം ഉണ്ട്, റൂദർഫോർഡിയം ഉണ്ട്, ദെൻ CN. ക്ലിയർ അല്ലേ? എങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ഓരോ ട്രാൻസിഷൻ സീരീസും എൻഡ് ചെയ്യുന്നത്. ഇത്രയും നിങ്ങൾക്ക് അറിഞ്ഞിട്ടില്ലെങ്കിലും ഇതെങ്കിലും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. 21 to 30 ഏതൊക്കെ എലമെന്റ്സ് ആണുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പോകുന്നത് F ബ്ലോക്ക് എലമെന്റ്സിലേക്കാണ്. എഫ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത് എന്താണ്? N-2 F1 to 14, N-1 D0 to 1, NS2 ആണ് ഇവരുടെ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നുണ്ടായിരിക്കാം. ഇവരെന്താണ്? ആന്റി പെനൾട്ടിമേറ്റ് ഷെൽ, അതായത് ഔട്ടർ മോസ്റ്റ് ഷെല്ലിന്റെ ഉള്ളിലുള്ള ഷെല്ലിലാണ് എന്ത് ചെയ്യുന്നത്? ലാസ്റ്റ് ഇലക്ട്രോൺ പോകുന്നത്. അതുകൊണ്ടാണ് ആന്റി പെനൾട്ടിമേറ്റ് ഷെൽ എന്ന് പറയുന്നത്. ഔട്ടർ മോസ്റ്റ് ഷെല്ലിന്റെ തൊട്ടുള്ളിലുള്ള ഷെല്ല് നമ്മൾ വിളിക്കുന്ന പേരാണ് പെനൾട്ടിമേറ്റ് ഷെല്ല്. അതാണ് ഡി ബ്ലോക്ക് എലമെന്റ്സിൽ പെനൾട്ടിമേറ്റ് ഷെല്ലിലേക്കാണ് പോകുന്നത്. എഫ് ബ്ലോക്ക് എലമെന്റ്സിലേക്ക് വരുമ്പോൾ ആന്റി പെനൾട്ടിമേറ്റ് ഷെല്ലിലേക്കായിരിക്കും ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്നുണ്ടായിരിക്കാം. ക്ലിയർ അല്ലേ? എല്ലാ എഫ് ബ്ലോക്ക് എലമെന്റ്സും തേർഡ് ഗ്രൂപ്പ് എലമെന്റ് ആണ്. കാരണം നമുക്കറിയാം നമ്മുടെ ലന്താനത്തിന് ശേഷം ആക്ടീനിയത്തിന് ശേഷമുള്ള 14 എലമെന്റ്സിനെ ആ സെയിം ഗ്രൂപ്പിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാണ്? എടുത്തിട്ടാണ് നമ്മൾ എന്തുണ്ടാക്കിയത്? നമ്മുടെ എഫ് ബ്ലോക്ക് എലമെന്റ്സിനെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ദേ ആർ ഓൾസോ കോൾഡ് ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. കാരണം നമ്മൾ ട്രാൻസിഷൻ എലമെന്റ്സിന്റെ ഉള്ളിൽ നിന്ന് നമ്മൾ എടുത്ത ആളായതുകൊണ്ട് തന്നെ ഇവരെ നമ്മൾ എന്ത് വിളിക്കാറുണ്ട്? ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് വിളിക്കാറുണ്ട്. ഓൾസോ എഫ് ബ്ലോക്ക് എലമെന്റ്സിനെ നമ്മൾ റെയർ എർത്ത് എലമെന്റ്സ് എന്നും വിളിക്കാറുണ്ടായിരുന്നു. ക്ലിയർ അല്ലേ? അവർ നമ്മുടെ ഏർലിയർ ഡേയ്സിലെല്ലാം ഈ എഫ് ബ്ലോക്ക് എലമെന്റ്സ് എല്ലാം ഭയങ്കര റെയർ ആയതുകൊണ്ട് തന്നെ ഇവരെ നമ്മൾ റെയർ എർത്ത് എലമെന്റ്സ് എന്നും വിളിക്കാറുണ്ട്. ക്ലിയർ അല്ലേ? യെസ്. ഇനി നമ്മൾ IUPAC നോമൻക്ലേച്ചർ ഓഫ് എലമെന്റ്സ് വിത്ത് അറ്റോമിക് നമ്പർ ഗ്രേറ്റർ ദാൻ 100 ഉള്ള എന്താ പറയുക നമ്മുടെ എലമെന്റ്സിന് നമുക്ക് IUPAC എന്ത് ചെയ്യുന്നിട്ടുണ്ട്? ഒരു നോമൻക്ലേച്ചർ സിസ്റ്റം പറയുന്നുണ്ട്. അതെന്താണെന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാനായിട്ട് പോകുന്നത്. സോ ഡിജിറ്റ് വരുന്നത് നമുക്കിപ്പം 101 ആണെന്ന് വിചാരിക്കാം. 101 ആണെങ്കിൽ നമുക്കുള്ള ഡിജിറ്റ്സ് ഏതൊക്കെയാണ്? 1 ഉണ്ട്, 0 ഉണ്ട്, 1 ഉണ്ട്. സോ നമ്മുടെ ഡിജിറ്റിന് ഓരോ ഡിജിറ്റിനും ഓരോ പേരാണ് പറയുന്നത്. സോ നമ്മുടെ ഡിജിറ്റ് 0 ആണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതണം? നിൽ എന്ന് എഴുതണം. 1 ആണെങ്കിൽ അൺ, 2 by, 3 try, 4 quad, 5 pent. ഒരു ലെറ്റർ പോലും ഇവിടെ റിപ്പീറ്റിംഗ് ആയിട്ട് വരുന്നില്ല. അതുകൊണ്ടാണ് ട്രൈ കഴിഞ്ഞിട്ട് ടെട്രാ പറയാതെ നമ്മൾ ക്വാഡ് പറഞ്ഞത്. കാരണം നമ്മൾ ഇത് എഴുതുന്ന സമയത്ത് നമുക്ക് എന്ത് വേണം? ഡിഫറൻസ് വേണം. സോ 5 pent, 6 hex, 7 sept, 8 oct, 9 n. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? എന്നിട്ട് നമ്മൾ നമ്പർ എൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു IUM എന്നും കൂടെ ആഡ് ചെയ്യണം. സോ ഇവിടെ നിങ്ങൾ നോക്കൂ, 1 എന്ന് പറഞ്ഞാൽ അണ്ണാണ്. ദെൻ എന്താണ്? 0 വരുന്നത് എന്താണ്? നില്ലാണ്. സോ നമ്മൾ 2 എണ്ണം എഴുതേണ്ട ആവശ്യം ഇല്ല. ദെൻ എഗെയിൻ ഒരു അണ്ണ് വരും, IUM അവസാനം നമ്മൾ ആഡ് ചെയ്യും. സോ ഇതിന്റെ എന്താ പറയുക നമ്മുടെ ഒരു എങ്ങനെയാണ് നമ്മൾ ആ എലമെന്റിനെ റെപ്രസെന്റ് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓരോന്നിന്റെയും ഫസ്റ്റ് ലെറ്റർ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക? എഴുതാം. സോ U എന്ന് നമുക്ക് എഴുതാനായിട്ട് കഴിയും. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? സോ അതാണ് അണിൽ അണിയം എന്ന് വരുന്നത്. വേണമെങ്കിൽ 2 എന്നും ഇടാം, അല്ലെങ്കിൽ എല്ലാവരെയും നമുക്ക് എടുക്കാം. സോ UNU എന്ന് നമുക്ക് കിട്ടും. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? ഇതിൽ കാര്യമായിട്ട് വേറെ ഒന്നും പറയാനൊന്നുമില്ല. അവസാനം ഒരു IUM നമ്മൾ ആഡ് ചെയ്യണം, അത്രയേ ഉള്ളൂ. ഓക്കെ, യെസ്. ഇനി നെക്സ്റ്റ് വൺ, പ്രഡിക്ഷൻ ഓഫ് പീരിയഡ് ഗ്രൂപ്പ് ബ്ലോക്ക്. എങ്ങനെ നമ്മൾ ഒരു എലമെന്റിനെ കണ്ടാൽ അത് ഏത് പീരിയഡിലാണ്, ഏത് ബ്ലോക്കിലാണ്, ഏത് ഗ്രൂപ്പിലാണ് വരുന്നത് എന്നുള്ളത് നമ്മൾ എങ്ങനെ പറയും എന്നുള്ളതാണ് പറയുന്നത്. പീരിയഡ് ഓഫ് എൻ എലമെന്റ് കറസ്പോണ്ട്സ് ടു ദ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ഓഫ് ദ വേലൻസ് ഷെൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ. ഇപ്പൊ നമ്മളോട് ആരെങ്കിലും നൈട്രജൻ ഏത് പീരിയഡിലാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ എഴുതേണ്ടത്? നൈട്രജൻ അറ്റോമിക് നമ്പർ 7 ആണെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ 1s2, 2s2, 2p4, സോറി 1s2, 2s2, 2p3 ഇതായിരിക്കും അതിന്റെ അറ്റോമിക് നമ്പർ നമുക്കറിയാം. സോറി എന്താ പറയുക, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്നുള്ള കാര്യം നമുക്കറിയാം. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ നമുക്കറിയാം എന്താണ് ഇവിടെ അവസാനം വരുന്ന എന്നിന്റെ വാല്യൂ എത്രയാണ്? 2 ആണ്. സോ ദാറ്റ് മീൻസ് ഇവർ വരുന്നത് സെക്കൻഡ് പീരിയഡിലാണ് എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. ക്ലിയർ അല്ലേ?
Okay, അല്ലെ ബ്ലോക്ക് ഓഫ് എൻ എലമെന്റ് കറസ്പോണ്ട്സ് ടു ദ ടൈപ്പ് ഓഫ് സബ്ഷെൽ വിച്ച് റിസീവ്സ് ദ ലാസ്റ്റ് ഇലക്ട്രോൺ പോയത് പിയിലേക്ക് ആയതുകൊണ്ട് തന്നെ ഇതൊരു പി ബ്ലോക്ക് എലമെന്റ് ആണ് നമുക്ക് പറയാം. ക്ലിയർ അല്ലേ? ഇനി ഗ്രൂപ്പ് ഓഫ് എൻ എലമെന്റ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ പെനൾട്ടിമേറ്റ് ഷെല്ലുള്ള അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക നമ്മുടെ ഏറ്റവും ഔട്ടർമോസ്റ്റ് ഷെല്ലുള്ള നമ്പർ ഓഫ് ഇലക്ട്രോൺ നോക്കിയിട്ട് നമുക്ക് പറയാനായിട്ട് കഴിയും. അത് ഓരോ ഗ്രൂപ്പിനും അതായത് ഓരോ ബ്ലോക്കിനും ഡിഫറെന്റ് രീതിയിലാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്, അതിന്റെ ഗ്രൂപ്പ്സ് കണ്ടുപിടിക്കുന്നത്. അതെങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതെങ്ങാനും ഒരു എസ് ബ്ലോക്ക് എലമെന്റ് ആണെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല, അവസാനത്തെ എസ് സബ്ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടെന്ന് നോക്കാം. ഓക്കെ, അവസാനത്തെ എസ് സബ്ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ ആണ് വരുന്നത് എന്നുണ്ടെങ്കിൽ അത് ഫസ്റ്റ് ഗ്രൂപ്പ് ആയിരിക്കും. 2 ഇലക്ട്രോൺ ആണെങ്കിൽ അത് സെക്കൻഡ് ഗ്രൂപ്പ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഞാൻ സോഡിയം എടുക്കുകയാണെങ്കിൽ 1s2 2s2 2p6 3s1. ഇത് ഏത് ബ്ലോക്ക് ആണ്? ഇതിന്റെ പീരിയഡ് വരുന്നത് 3rd ആണ്, ബ്ലോക്ക് വരുന്നത് എസ് ആണ്. കാരണം ലാസ്റ്റ് ഇലക്ട്രോൺ പോയത് എസ് ഓർബിറ്റലിലേക്കാണ്. ഇവിടെ എസ്സിലുള്ള നമ്പർ ഓഫ് ഇലക്ട്രോൺ 1 ആയതുകൊണ്ട് തന്നെ ഇതിന്റെ ഗ്രൂപ്പ് എന്തായിരിക്കും? 1 ആയിരിക്കും. അതാണ് എസ് ബ്ലോക്ക് എലമെന്റ് ആണെങ്കിൽ ഗ്രൂപ്പ് നമ്പർ ഈക്വൽ ടു നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് എന്ന് നമുക്ക് പറയാം. ഓക്കെ അല്ലെ? ഇനി എങ്ങാനും ഒരു പി ബ്ലോക്ക് എലമെന്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ എസ്സിലുള്ള നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആഡ് ചെയ്യണം, പിയിലുള്ള നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആഡ് ചെയ്യണം, പ്ലസ് അതിലേക്ക് ഒരു 10 ആഡ് ചെയ്ത് കൊടുക്കണം. സോ നമ്മുടെ മുന്നത്തെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ എത്രയായിരിക്കും വരുന്നുണ്ടായിരിക്കുക? 2 + 3 2 + 3 + 10 വിച്ച് ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? 15 എന്ന് നമുക്ക് കിട്ടും. ക്ലിയർ ആണോ? സോ പി ബ്ലോക്ക് ആണെങ്കിൽ നമ്മൾ അങ്ങനെ കണ്ടുപിടിക്കണം. ഡി ബ്ലോക്ക് എലമെന്റ് ആണെങ്കിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ ഇൻ n-1 ഡി സബ്ഷെൽ പ്ലസ് നമ്പർ ഓഫ് ഇലക്ട്രോൺ ഇൻ വാലൻസ് ഷെൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. ഇപ്പോൾ സ്കാൻഡിയം എടുക്കുകയാണെങ്കിൽ 21 ആണ് വരുന്നത്. 21 എന്ന് പറയുമ്പോൾ 3d1 4s2 എന്ന് വരും. സോ ഇവരുടെ ഗ്രൂപ്പ് വരുന്നത് എത്രയാണ്? 1 + 2 വിച്ച് ഇസ് ഈക്വൽ ടു 3 എന്ന് നമുക്ക് എഴുതാനായിട്ട് കഴിയും. ക്ലിയർ ആണോ? ഓക്കെ ആണോ? സോ ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ കേസിൽ നമ്മൾ അങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. അത് വെച്ചിട്ടൊരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് എൻ എലമെന്റ്, വാട്ട് ഈസ് ദി അറ്റോമിക് നമ്പർ ഓഫ് ദി എലമെന്റ്? ഈസി ആയിട്ട് നമുക്ക് പറയാം. എന്താണ്? 2 + 2 + 6 + 2 + 3 വിച്ച് ഇസ് ഈക്വൽ ടു 15 എന്ന് നമുക്ക് പറയാം. വിച്ച് ഇസ് ജസ്റ്റ് ബിലോ ദി അബവ് എലമെന്റ് എന്ന പീരിയോഡിക് ടേബിൾ. 15th എന്താ പറയുക എലമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്? അല്ലെങ്കിൽ അവരുടെ അറ്റോമിക് നമ്പർ വരുന്നത് 15 ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? നമ്മുടെ ഫോസ്ഫറസ് ആണ് അല്ലെ? സോ ഫോസ്ഫറസിന്റെ തൊട്ട് താഴെയുള്ളത് ആരാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, യെസ്. ഓക്കെ, സോ നമ്മുടെ 15ന്റെ തൊട്ട് താഴെയുള്ളതിന്റെ അറ്റോമിക് നമ്പർ ആണോ ചോദിച്ചത്? യെസ്. ഓക്കെ, വാട്ട് ഈസ് അറ്റോമിക് നമ്പർ ഓഫ് ദി എലമെന്റ് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? അതിലേക്കൊരു 18 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മതി. കാരണം നമുക്ക് ഒന്നിന്ന് അടുത്തതിലേക്ക് എത്താൻ 18 ഗ്രൂപ്പ്സ് അല്ലേ പിന്നെ പാസ് ചെയ്യേണ്ടത്. സോ നമ്മൾ 15 + 18 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 33rd എലമെന്റ് ആണ് അവരുടെ തൊട്ട് താഴെ വരുന്ന എലമെന്റ് എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. ഇനി നമ്മൾ കുറച്ച് പാരാമീറ്റേഴ്സിലേക്കാണ് പോകുന്നത്. എന്താണ് അറ്റോമിക് റേഡിയസ്, എന്താണ് എന്താ പറയുക ബോണ്ട് ലെങ്ത്, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. സോ അറ്റോമിക് റേഡിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറെ ടൈപ്പ് അറ്റോമിക് റേഡിയസസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ നമ്മൾ കോവാലന്റ് റേഡിയസ് എന്നാണ് എടുക്കുന്നത്. സോ കോവാലന്റ് റേഡിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് 1/2 ഓഫ് ദ ഇന്റർ ന്യൂക്ലിയർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 കോവാലന്റ്ലി ബോണ്ടഡ് ആറ്റം. ഇപ്പോൾ H2 മോളിക്യൂൾ ഞാൻ എടുക്കുകയാണെങ്കിൽ അവർ രണ്ടുപേരും ഇങ്ങനെ കോവാലന്റ്ലി ബോണ്ടഡ് ആണ്. അവരുടെ ന്യൂക്ലിയസ് തമ്മിൽ നമ്മൾ എന്ത് ചെയ്യുന്ന ഒരു ഡിസ്റ്റൻസ് എടുക്കുന്നുണ്ട്. അതിന്റെ ഹാഫ് ഓഫ് ദാറ്റ് ഡിസ്റ്റൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോവാലന്റ് റേഡിയൈ. ഇനി മെറ്റാലിക് റേഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മെറ്റൽസിന്റെ ഇടയിൽ മെറ്റാലിക് ബോണ്ട് ഉണ്ട്. ആ മെറ്റാലിക് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ന്യൂക്ലിയൈ ഓഫ് 2 അഡ്ജസന്റ് മെറ്റൽ ആറ്റം, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഇതിന്റെ ഈ ഒരു ഡിസ്റ്റൻസിന്റെ എന്ത്? ഹാഫ്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? മെറ്റാലിക് റേഡിയസ് എന്നുള്ളത്. ഇനി വാണ്ടർവാൾസ് റേഡിയസ് ആണെങ്കിൽ രണ്ട് എലമെന്റ്സ് അല്ലെങ്കിൽ രണ്ട് ന്യൂക്ലിയസുകൾ തമ്മിൽ എന്തുണ്ട്? അല്ലെങ്കിൽ രണ്ട് മോളിക്യൂൾസ് തമ്മിൽ ഒരു വാണ്ടർവാൾസ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. ആ ഡിസ്റ്റൻസിന്റെ ഹാഫിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വാണ്ടർവാൾസ് റേഡിയസ്. ക്ലിയർ ആണല്ലോ? ഇനി നമ്മൾ നോക്കുമ്പോൾ ഏത് റേഡിയസ് ആയിരിക്കും ഏറ്റവും വലുത്? വാണ്ടർവാൾസ് റേഡിയസ്. കാരണം വാണ്ടർവാൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഡിസ്റ്റൻസിലുള്ള മോളിക്യൂൾസിന്റെ ഇടയിലുള്ള ബോണ്ടാണ്. സോ ആ ഡിസ്റ്റൻസ് എന്തായാലും വളരെ കൂടുതലാണ്. സോ അതിന്റെ പകുതി എന്ന് പറയുമ്പോൾ അത് വളരെ കൂടുതലാണ്. സോ വാണ്ടർവാൾസ് റേഡിയസ് ആയിരിക്കും ഏറ്റവും കൂടുതൽ. ദെൻ മെറ്റാലിക്. ഏറ്റവും കുറവ് ഏതായിരിക്കും? കോവാലന്റ് ആയിരിക്കും. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലെ? ഇനി അറ്റോമിക് റേഡിയസ് പീരിയഡിലും ഗ്രൂപ്പിലും എങ്ങനെ ചേഞ്ച് ചെയ്യുന്നു എന്നുള്ള കാര്യമാണ്. അറ്റോമിക് റേഡിയസ് പീരിയഡ് നമ്മൾ ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് പോകും തോറും അറ്റോമിക് റേഡിയസ് കുറയാണ് ചെയ്യുക. കാരണം സെയിം ഷെല്ലിലേക്ക് തന്നെ ഇലക്ട്രോൺസ് ആഡ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ നോക്കുക, ഇപ്പൊ നമ്മൾ സെക്കൻഡ് ഷെല്ലിലാണ് ലിഥിയം ഉള്ളത്, സെക്കൻഡ് പീരീഡിലാണ് ലിഥിയം ഉള്ളത്, സെയിം പീരീഡിലാണ് ആരുള്ളത്? നൈട്രജൻ ഉള്ളത്. ലിഥിയത്തിന്റെ അറ്റോമിക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താണ്? 1s2 2s1.
ക്ലിയർ അല്ലേ? സോഡിയം നൈട്രജന്റെ എത്രയാണ് 1s2 2s2 2p3 കറക്റ്റ് അല്ലേ? ഇത് നിങ്ങൾ നോക്കുക, സെയിം ഷെല്ലാണ് സെക്കൻഡ് ഷെല്ലിലേക്കാണ് വീണ്ടും എന്ത് ആഡ് ചെയ്യപ്പെട്ടത്? ഇലക്ട്രോൺ ആഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. സോ നമ്പർ ഓഫ് ഷെൽസ് ഇൻക്രീസ് ചെയ്യാതെ ഉള്ള ഷെല്ലിലേക്ക് തന്നെ ഇലക്ട്രോൺസ് ആഡ് ചെയ്യപ്പെടുക എന്ന് പറയുമ്പോൾ ന്യൂക്ലിയസും അവരുടെ എന്ത് ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യും. അവർ നല്ല രീതിയിൽ ന്യൂക്ലിയസായിട്ട് എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യും. സോ ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അവരുടെ സൈസ് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യാണ് ചെയ്യുക. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? യെസ്. പക്ഷേ നമ്മൾ ഒരു പീരീഡ് എടുത്ത് നോക്കുന്ന സമയത്ത് ആ ഒരു പെർട്ടിക്കുലർ പീരീഡിൽ ഏറ്റവും അറ്റോമിക് സൈസ് അല്ലെങ്കിൽ അറ്റോമിക് റേഡിയായി കൂടിയ ആൾ ആരായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ഇനേർട്ട് ഗ്യാസസ് ആയിരിക്കും. കാരണം ഇനേർട്ട് ഗ്യാസസിന്റെ കേസിൽ എന്താണ്? അവർക്കാണ് ഏറ്റവും കൂടുതൽ അറ്റോമിക് റേഡിയായി ഉള്ള ആളുകൾ. കാരണം അവർക്ക് ഉള്ളത് വാൻ ഡെർ വാൾസ് റേഡിയായി മാത്രമായിരിക്കും. അറ്റോമിക് റേഡിയായി അവർക്ക് നമുക്ക് കാണാനായിട്ട് കഴിയില്ല. അവർക്കുള്ള എന്തായിരിക്കും? വാൻ ഡെർ വാൾസ് റേഡിയായി ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ അല്ലേ? നെക്സ്റ്റ് വൺ നമ്മുടെ വേരിയേഷൻ ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ് ഇൻ ഗ്രൂപ്പ്സ്. അറ്റോമിക് ഓർബിറ്റൽ അല്ല, അറ്റോമിക് റേഡിയസ് ഇൻ ഗ്രൂപ്പ് ആണ്. ഗ്രൂപ്പിൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ലിത്തിയത്തിന്റെ സെയിം ഗ്രൂപ്പിലാണ് സോഡിയം വരുന്നത്. ലിത്തിയം എന്താണ്? 1s2 2s1. സോഡിയം ആണെങ്കിലോ 1s2 2s2 2p6 3s1. നിങ്ങൾ നോക്കൂ, പുതിയൊരു ഷെല്ല് ഇവിടെ ആഡ് ചെയ്യപ്പെട്ടു. ഷെല്ലുകൾ ആഡ് ചെയ്യപ്പെടാന്ന് പറയുമ്പോൾ എന്താണ്? സൈസ് ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? അവിടുത്തെ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജിന് എന്ത് ചെയ്യുന്നില്ല? വലിയ മാറ്റങ്ങളൊന്നും വരുന്നില്ല. പക്ഷെ അവരുടെ ഷെല്ല് ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അവരുടെ സൈസും എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ക്ലിയർ അല്ലേ? യെസ്. അപ്പോൾ ഇതിൽ എക്സെപ്ഷൻ നമ്മൾ പറഞ്ഞ എന്തായിരുന്നു? ഇനേർട്ട് ഗ്യാസിനാണ് എന്ത് ഹയസ്റ്റ് എന്തുണ്ടായിരിക്കും? അറ്റോമിക് റേഡിയസ് ഇൻ എ പീരീഡ് ഉണ്ടായിരിക്കുക. കാരണം ഇനേർട്ട് ഗ്യാസിന്റെ കേസിൽ എന്താണ്? വാൻ ഡെർ വാൾസ് റേഡിയസ് ആണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ട്രാൻസിഷൻ സീരീസിന്റെ കേസിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ദ കോവാലന്റ് റേഡിയൈ ഓഫ് ദി എലമെന്റ്സ് ഡിക്രീസസ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് അക്രോസ് എ റോ അൺടിൽ ദ നിയർ ദി എൻഡ് വെൻ ദ സൈസ് ഇൻക്രീസസ് സ്ലൈറ്റ്ലി. ട്രാൻസിഷൻ സീരീസിന്റെ കേസിൽ നോക്കുന്ന സമയത്ത് ആദ്യം ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? കുറയുന്നുണ്ട്. പക്ഷെ അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ അവർ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്രീസ് ചെയ്യുന്നുണ്ട് അവരുടെ അറ്റോമിക് റേഡിയൈ എന്ന് പറയുന്നത്. സോ സ്കാൻഡിയം നിങ്ങൾ നോക്കുക, അറ്റോമിക് റേഡിയസ് 1.44, ഇവിടെ 1.32, ഇങ്ങനെ കുറഞ്ഞു വന്നിട്ട് ദെൻ അവരെന്ത് ചെയ്യാണ്? ഒരു ഈക്വൽ ആയിട്ട് നിന്നിട്ട് ദെൻ അവിടുന്ന് വീണ്ടും കുറയാണ് ചെയ്യുന്നത്. സോ എന്തുകൊണ്ടാണ് ഇവിടെ ഡിക്രീസ് ചെയ്യാനുള്ള കാരണം? ഡ്യൂ ടു ഇൻക്രീസ് ഇൻ ന്യൂക്ലിയർ ചാർജ്. നമ്മൾ പറഞ്ഞ സെയിം റീസൺ. ഇവിടെ എന്തുകൊണ്ടാണ് ഇങ്ങനെ തന്നെ നിൽക്കാനായിട്ടുള്ള കാരണം? സ്ക്രീനിങ് എഫക്റ്റ് ആണ്. സ്ക്രീനിങ് എഫക്റ്റും ന്യൂക്ലിയർ ചാർജും നിയർലി സെയിം ആയിട്ട് മാറുകയാണ്. എന്താ സ്ക്രീനിങ് എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഡി ഓർബിറ്റൽസും എഫ് ഓർബിറ്റൽസും ഒക്കെ ഉണ്ട്. സോ പുറത്തുള്ള ഇലക്ട്രോണിനെ ഈ എസ് ഓർബിറ്റലാണ് അതിന്റെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഉള്ളതെന്നുണ്ടെങ്കിൽ എസ് ഓർബിറ്റൽ എന്ത് ചെയ്യും? പുറത്തുള്ള ഇലക്ട്രോൺ അട്രാക്ട് ചെയ്യുന്നത് കുറക്കും. കാരണം എസ് ഓർബിറ്റലിന് ഒരു സ്ഫെറിക്കൽ ഷേപ്പ് ആയതുകൊണ്ട് തന്നെ ന്യൂക്ലിയസ് മറ്റേ ഇലക്ട്രോൺസിനൊക്കെ എന്ത് ചെയ്യുന്നത്? അട്രാക്ട് ചെയ്യുന്നത്, പുറത്തുള്ള ഇലക്ട്രോൺസിനെ അട്രാക്ട് ചെയ്യുന്നത് ഈ എസ് ഓർബിറ്റൽ എന്ത് ചെയ്യും? കുറക്കും. പക്ഷേ ഡി ഓർബിറ്റലും എഫ് ഓർബിറ്റലും ഒക്കെ ആണെങ്കിൽ അവർക്ക് പുവർ സ്ക്രീനിങ് എഫക്റ്റേ ഉള്ളൂ. ഓക്കെ, പുവർ സ്ക്രീനിങ് എഫക്റ്റ് ആയത് കാരണം തന്നെ പുറത്തുള്ള ആളുകൾ അട്രാക്ട് ചെയ്യിപ്പിക്കാനായിട്ട് ആർക്ക് പറ്റും? ഡി ഓർബിറ്റലും എഫ് ഓർബിറ്റലും ഒക്കെ ആണെങ്കിൽ അവർ കുറച്ച് ഷീൽഡിങ് ഉണ്ടാവുള്ളൂ. സോ ഇതിന്റെ ഉള്ളിലൂടെ പോയിട്ട് ആർക്ക്? ന്യൂക്ലിയസിന് പുറത്തുള്ള ഇലക്ട്രോൺസിനെ അട്രാക്ട് ചെയ്ത് നിർത്താനായിട്ട് കഴിയും. പക്ഷെ ഇവിടെ നോക്കുന്ന സമയത്ത് സ്ക്രീനിങ് എഫക്റ്റും ന്യൂക്ലിയർ ചാർജും ഈക്വൽ ആയപ്പോൾ ഇവരുടെ എന്തായി? ഇവരുടെ അറ്റോമിക് റേഡിയയും ഏകദേശം ഈക്വൽ ആയി വന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്ത് കൂടി? സ്ക്രീനിങ് എഫക്റ്റ് കൂടി ന്യൂക്ലിയർ ചാർജിനെ കാട്ടും. സോ അപ്പോൾ സ്ക്രീനിങ് എഫക്റ്റ് കൂടി എന്താ സംഭവിക്കുക? അവർ നല്ല രീതിയിൽ എന്ത് ചെയ്യും? സ്ക്രീൻ ചെയ്യും. അപ്പോൾ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ എന്ത് ചെയ്യാൻ പറ്റില്ല? അട്രാക്ട് ചെയ്യാനായിട്ട് കഴിയില്ല. അങ്ങനെ അട്രാക്ട് ചെയ്യാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും? അവരുടെ സൈസ് വീണ്ടും ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? യെസ്. ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. വിച്ച് ഈസ് എക്സെപ്ഷൻസ് ആർ ദെയർ ഫോർ അറ്റോമിക് റേഡിയസിന്റെ കേസിൽ ഗ്രൂപ്പിലും എന്തുണ്ട്? എന്താ പറയുക? എക്സെപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അലൂമിനിയം ഗാലിയം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഗ്രൂപ്പിൽ നിന്ന് മേലൊന്ന് താഴോട്ട് വരുന്ന ആളുകളാണ് അലൂമിനിയം ഗാലിയം. അപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന എന്താണ്? ഗാലിയത്തിനായിരിക്കും കൂടുതൽ അറ്റോമിക് സൈസ് ദാൻ അലൂമിനിയം എന്നുള്ളതാണ്. പക്ഷേ പുവർ സ്ക്രീനിങ് ഓഫ് ഡി ഓർബിറ്റൽസ്, സോ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസസ് ആൻഡ് ദ സൈസ് ഡിക്രീസസ് സ്ലൈറ്റ്ലി. അതായത് ഗാലിയത്തിലേക്ക് വരുമ്പം അവിടെ ഡി ഓർബിറ്റൽസ് വരുന്നത് കാരണം ഈ ഡി ഓർബിറ്റൽസിന്റെ ഷീൽഡിംഗ് എഫക്റ്റ് അല്ലെങ്കിൽ സ്ക്രീനിങ് എഫക്റ്റ് വളരെ കുറവായതുകൊണ്ട് തന്നെ അവർ ചെറിയ രീതിയിൽ സ്ക്രീൻ ചെയ്യുള്ളൂ. ചെറിയ രീതിയിൽ സ്ക്രീൻ ചെയ്യാന്ന് പറയുമ്പോൾ എന്താണ്? അവർക്ക് പുറത്തുള്ള ഇലക്ട്രോൺസിനെ വേഗം അട്രാക്ട് ചെയ്യാൻ പറ്റും. സോ അട്രാക്ട് ചെയ്തിട്ട് അവരുടെ സൈസ് എന്ത് ചെയ്യാണ്? കുറയാണ് ചെയ്യുന്നത്. സോ ഗാലിയത്തിന്റെ സൈസ് എന്താണ്? കുറവാണ് ദാൻ അലൂമിനിയം. അതൊരു എക്സെപ്ഷൻ ആയിട്ട് നമുക്ക് പറയാനായിട്ട് കഴിയും. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ?
യെസ് ഓക്കെ. ആൻഡ് 3D 4D 5D സീരീസിൽ നമ്മൾ 4D ആൻഡ് 5D സീരീസിന്റെ അറ്റോമിക് റേഡിയസ് ഒരു എന്താ പറയുക ഓൾമോസ്റ്റ് ഒരു ഈക്വൽ എന്നുള്ള രീതിയിലാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് കിട്ടുന്നത്. അതിന്റെ കാരണം ഇസ് ലാന്തനോയിഡ് കോൺട്രാക്ഷൻ ഇൻക്രീസസ് ഡൗൺ ദ ഗ്രൂപ്പ്. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന എന്തായിരുന്നു, ഡൗൺ ദ ഗ്രൂപ്പ് ഇത് ഇൻക്രീസ് ചെയ്യും എന്നുള്ളതായിരുന്നു. പക്ഷെ അവരുടെ എന്താ പറയുക നമ്മൾ നോക്കുന്ന സമയത്ത് ഏകദേശം എന്തായിട്ടാണ് വരുന്നത്, നമുക്ക് സെയിം ആയിട്ടാണ് വരുന്നത്. അതിന്റെ കാരണം ലാന്തനോയിഡ് കോൺട്രാക്ഷൻ ആണ്. ലാന്തനോയിഡ് കോൺട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ്, നമ്മുടെ പുവർ സ്ക്രീനിങ് എഫക്റ്റ് തന്നെയാണ് അവിടെ പറയുന്നത്. Okay, yes. Next one, arrange the following in the increasing order of atomic radii. Atomic radii നമുക്കറിയാം ഇങ്ങോട്ട് പോകുന്തോറും റേഡിയായി കുറയും, ഇങ്ങോട്ട് വരുന്തോറും റേഡിയായി കൂടും. ക്ലിയർ അല്ലേ? ഇതാണ് നമുക്കറിയാം. സോ നമുക്ക് ആദ്യം തന്നത് സോഡിയം, ദെൻ ആരെ തന്നു, യെസ് അലൂമിനിയത്തിന് തന്നിട്ടുണ്ട്. സോ സോഡിയം എസ് ബ്ലോക്ക് ആണ്, അലൂമിനിയം വരുമ്പോൾ ഇങ്ങോട്ട് വരും, അലൂമിനിയം കഴിഞ്ഞിട്ട് സിലിക്കോൺ ഉണ്ട്, ദെൻ അതേ സൈഡിൽ നമുക്ക് ആരുണ്ട്, ആർഗോൺ ഉണ്ട്. സോ ആർഗൺ ഒരു ഇനേർട്ട് ഗ്യാസ് ആയതുകൊണ്ട് തന്നെ ആർഗൺ ആയിരിക്കും ഏറ്റവും കൂടുതൽ നമുക്ക് പറയാം. ഇങ്ങോട്ട് പോകുന്നവരും കുറേ ആയതുകൊണ്ട് സോഡിയത്തിനായിരിക്കും അത് കഴിഞ്ഞിട്ട് കൂടുതൽ ഉണ്ടായിരിക്കുക. ദെൻ ആര് വരും, അലൂമിനിയം വരും, ദെൻ സിലിക്കോൺ വരും. സോ ഇതായിരിക്കും എന്ത് നമ്മളുടെ ഓർഡർ വരുന്നുണ്ടായിരിക്കുക. ഓക്കെ അല്ലടാ, ക്ലിയർ അല്ലേ? യെസ്. നെക്സ്റ്റ് വൺ നമുക്ക് പറയാനുള്ളതാണ് അയണൈസേഷൻ എൻതാൽപ്പി അല്ലെങ്കിൽ അയണൈസേഷൻ എനർജി. ഇതെന്താണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം. ഒരു ഐസൊലേറ്റഡ് ഗേഷ്യസ് ആറ്റത്തിൽ നിന്ന് അതിന്റെ ഒരു ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിനെ നമ്മൾ കളയാൻ വേണ്ടിയിട്ട് നമ്മൾ എത്ര അമൗണ്ട് ഓഫ് എനർജി കൊടുക്കണമോ അതിനെ നമ്മൾ എന്ത് വിളിക്കും, അയണൈസേഷൻ എൻതാൽപ്പി അല്ലെങ്കിൽ അയണൈസേഷൻ എനർജി എന്ന് വിളിക്കും. ഇങ്ങനെ നമുക്ക് ഫസ്റ്റ് അയണൈസേഷൻ എനർജി ഉണ്ട്, സെക്കൻഡ് അയണൈസേഷൻ എനർജി ഉണ്ട്, തേർഡ് അയണൈസേഷൻ എനർജി ഉണ്ട്, അങ്ങനെ 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 പോകും. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഒരു ഇലക്ട്രോണിനെ നമ്മൾ കളയാൻ കൊടുക്കുന്ന എനർജിയാണ് ഫസ്റ്റ് അയണൈസേഷൻ എനർജി. എന്നിട്ട് അവർ എന്ത് ഫോം ചെയ്യും, ഒരു യൂണി അല്ലെങ്കിൽ മോണോ വാലന്റ് കാറ്റയോൺ ആയിട്ട് അവർ ഫോം ചെയ്യും. ആ മോണോ വാലന്റ് കാറ്റയോണിന് എഗെയിൻ നമ്മൾ ഒരു ഇലക്ട്രോണും കൂടെ കൊടുക്കുകയാണ്, അതിനെ എന്താക്കാൻ, ഡൈവാലന്റ് കാറ്റയോൺ M2+ ആക്കി മാറ്റാനായിട്ട്. അതാണ് എന്ത് നമ്മുടെ സെക്കൻഡ് അയണൈസേഷൻ എൻതാൽപ്പി. അതിൽ നിന്ന് ഇനിയും കളയുകയാണെങ്കിൽ അതാണ് എന്ത് തേർഡ് അയണൈസേഷൻ എൻതാൽപ്പി. സോ ന്യൂട്രൽ ആറ്റത്തിനെ മോണോ വാലന്റ് കാറ്റയോൺ ആക്കാനുള്ളതാണ് ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി. മോണോ വാലന്റ് കാറ്റയോണിനെ ഡൈവാലന്റ് കാറ്റയോൺ ആക്കാനുള്ളതാണ് സെക്കൻഡ് അയണൈസേഷൻ എൻതാൽപ്പി. എന്നുള്ള രീതിയിൽ ഇത് എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. സോ ഇവരെ നമ്മൾ നോക്കുന്ന സമയത്ത് ഈ ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി എന്തായിരിക്കും, കുറവായിരിക്കും കമ്പയർഡ് ടു സെക്കൻഡ്. അത് കുറവായിരിക്കും കമ്പയർഡ് ടു തേർഡ്. തേർഡ് ആയിരിക്കും ഏറ്റവും കൂടുതൽ, 3 ഉള്ളൂ എന്നുണ്ടെങ്കിൽ. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ തേർഡ് അയണൈസേഷൻ എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ആക്ച്വലി ഡൈവാലന്റ് ആയിട്ടുള്ള M2+ 2+ ചാർജുള്ള ഒരു അയോണിൽ നിന്ന് വീണ്ടും ഒരു ഇലക്ട്രോൺ നമ്മൾ എടുക്കാനായിട്ട് നോക്കുകയാണ് അല്ലെ. സോ ഈ ഒരു പോസിറ്റീവ് ചാർജും ഈ ഒരു നെഗറ്റീവ് ചാർജുമിനെ ഞങ്ങൾ ഇവിടുന്ന് എടുക്കാനായിട്ട് നോക്കുന്ന സമയത്ത് അവിടെ ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് അട്രാക്ഷൻ വന്നിട്ട് എന്ത് ചെയ്യും, ആ ഇലക്ട്രോൺ അവിടുന്ന് കളയാൻ നമുക്ക് കുറച്ചും കൂടെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് അയണൈസേഷൻ എൻതാൽപ്പി, തേർഡ് അയണൈസേഷൻ എൻതാൽപ്പി കൂടുതലായിരിക്കും എന്ന് നമ്മൾ പറയാനായിട്ടുള്ള കാരണം. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? യെസ്. ഇനി സൈസും അയണൈസേഷൻ എൻതാൽപ്പി തമ്മിൽ എന്താണ് ബന്ധം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൈസ് കുറഞ്ഞാൽ അയണൈസേഷൻ എൻതാൽപ്പി കൂടും. കാരണം എന്താ, അവിടുത്തെ സെറ്റ് എഫക്റ്റീവ് കൂടുന്നുണ്ട്, അല്ലെങ്കിൽ അവർ ന്യൂക്ലിയസും ആ ഇലക്ട്രോണും തമ്മിലുള്ള ഡിസ്റ്റൻസ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ അവർ തമ്മിലുള്ള അട്രാക്ഷൻ കൂടുതലായിരിക്കും. അട്രാക്ഷൻ കൂടി കഴിഞ്ഞാൽ അത്രയും എമൗണ്ട് ഓഫ് എനർജി കൊടുത്താലേ നമുക്ക് അവരെ കളയാനായിട്ട് കഴിയുള്ളൂ. സോ സൈസ് കുറഞ്ഞു കഴിഞ്ഞാൽ അയണൈസേഷൻ എൻതാൽപ്പി കൂടും, സൈസ് കൂടിക്കഴിഞ്ഞാൽ അയണൈസേഷൻ എൻതാൽപ്പി എന്തായിരിക്കും, കുറവായിരിക്കും. കാരണം സൈസ് കൂടിയാൽ ന്യൂക്ലിയസും ഇലക്ട്രോണും തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടി, അവരുടെ തമ്മിലുള്ള അട്രാക്ഷൻ എന്ത് ചെയ്തു, കുറഞ്ഞു. അട്രാക്ഷൻ കുറഞ്ഞാൽ പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അവരെ കൊണ്ടുപോകാനായിട്ട് കഴിയും. സോ പീരിയഡ് നമുക്കറിയാം എന്താ, സൈസിന് എന്താ സംഭവിക്കുന്നത്, സൈസ് കുറയാണ്. ദാറ്റ് മീൻസ് അവരുടെ അയണൈസേഷൻ എൻതാൽപ്പി കൂടുക ചെയ്യുക. ഗ്രൂപ്പിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം സൈസ് എന്താ ചെയ്യുന്നത്, കൂടുക ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ അയണൈസേഷൻ എൻതാൽപ്പി കുറയുകയാണ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഓക്കെ അല്ലെ? അതിന് നമുക്ക് ഈ രീതിയിലും പറയാം, സെഡ് എഫക്റ്റീവ് കൂടി കഴിഞ്ഞാൽ അയണൈസേഷൻ എൻതാൽപ്പി എന്ത് ചെയ്യും, കൂടും എന്നുള്ള കാര്യം. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? യെസ്. ഇനി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് നെക്സ്റ്റ് വൺ വരുന്നത്. ഫോർ എ സ്റ്റേബിൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഹാഫ് ഫിൽഡ് അല്ലെങ്കിൽ ഫുള്ളി ഫിൽഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അവരുടെ അയണൈസേഷൻ എൻതാൽപ്പി എന്തായിരിക്കും, കൂടുതലായിരിക്കും. നിങ്ങളിപ്പം ഒരു കണ്ടീഷൻ നോക്കുകയാണ്, എന്താണ്, നമ്മളിപ്പം ഞാൻ സോഡിയത്തിന് എടുക്കുകയാണ്, മഗ്നീഷ്യത്തിന് എടുക്കുകയാണ്, ഇതിൽ ആരായിരിക്കും ഏറ്റവും പെട്ടെന്ന് ഇലക്ട്രോണെ വിട്ടു തരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഗ്നീഷ്യത്തിൽ നമുക്കറിയാം അവിടെ എന്താണ്, എസ് കംപ്ലീറ്റ്ലി ഫിൽഡ് ആണുള്ളത്. സോഡിയത്തിൽ നോക്കുന്ന സമയത്ത് അതെന്താണ്, ഹാഫ് ഫിൽഡ് ആണുള്ളത്. ഓക്കെ, യെസ്. അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ എടുക്കുകയാണ് നൈട്രജന്റെ കേസും ഓക്സിജന്റെ കേസും നമ്മൾ എടുത്ത് നോക്കുന്ന സമയത്ത് നൈട്രജന് നമ്മുടെ എന്താ വരുന്നത്, P3-ഉം ഓക്സിജന് P4-ഉം ആണ് വരുന്നത്. ഓക്കെ, യെസ്. അപ്പൊ ഇങ്ങനെ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പൊ ഇവർ രണ്ടുപേരെ നമ്മൾ നോക്കുന്ന സമയത്ത് എവിടുന്ന് ഇലക്ട്രോണിന് എടുക്കാനായിരിക്കും ഏറ്റവും കൂടുതൽ ഈസി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുന്ന് എടുക്കാനായിരിക്കും. നൈട്രജൻ എടുക്കുമ്പോൾ കുറച്ചും കൂടെ ബുദ്ധിമുട്ടായിരിക്കും, കാരണം ഇതിനൊരു എക്സ്ട്രാ എന്തുണ്ട്, സ്റ്റെബിലിറ്റി ഉണ്ട് എന്ന് നമുക്ക് പറയാം. ഓക്കെ ആണ്. ഇതിനൊരു ഹാഫ് ഫിൽഡ് കോൺഫിഗറേഷനും ഫുള്ളി ഫിൽഡ് കോൺഫിഗറേഷനും എന്തുണ്ട്, ഒരു എക്സ്ട്രാ സ്റ്റെബിലിറ്റി ഉള്ളത് കാരണം ഇവിടെ ഓക്സിജന്റെ ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി ആയിരിക്കും കുറവുണ്ടായിരിക്കുക. ഈവൻ ദോ നമ്മൾ പറഞ്ഞു പീരിയഡിൽ നിന്നും ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് പോകുന്നതോറും അയണൈസേഷൻ എൻതാൽപ്പി കൂടും എന്നുള്ളത്. അതിന്റെ ഒരു എക്സെപ്ഷൻ ആയിട്ട് നമുക്ക് ഇതിനെ പറയാം. കാരണം ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ സ്റ്റേബിൾ ആയിട്ടുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നൈട്രജന്റെ ആയതുകൊണ്ട് തന്നെ നൈട്രജന്റെ ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പിയാണ് കൂടുതൽ ദാൻ ഓക്സിജൻ.
Okay, yes, next one നമുക്കൊരു വേറെ കാരണമായിട്ട് പറയുന്നതാണ് പെനിട്രേഷൻ എഫക്ട് ഓഫ് ദ ഇലക്ട്രോൺ. ആൻ ഇലക്ട്രോൺ വിൽ എക്സ്പീരിയൻസ് ദ ഗ്രേറ്റർ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് വെൻ ഇൻ എസ് ഓർബിറ്റൽ ദാൻ ഇൻ പി ഓർബിറ്റൽ ആൻഡ് സോ ഓൺ. സോ എസ് ഓർബിറ്റലിലാണ് ലാസ്റ്റ് ഇലക്ട്രോൺ എന്നുണ്ടെങ്കിൽ അവരുടെ അയണൈസേഷൻ എന്താൽപ്പി കുറച്ചും കൂടെ കൂടുതലായിരിക്കും ദാൻ പി, ദാൻ ഡി, ദാൻ എഫ് എന്നാണ് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? യെസ്, ഓക്കെ. അപ്പൊ അതാണ് നമ്മളിപ്പോ പറഞ്ഞ ആള്. നൈട്രജന്റെയും ഓക്സിജന്റെയും കേസിൽ നൈട്രജൻ ആണ് കൂടുതൽ. അതേപോലെ തന്നെ ബെറിലിയവും ബോറോണും നോക്കുന്ന സമയത്ത് ബെറിലിയത്തിന്റെ കേസിൽ എന്താണ് എന്താ പറയാ നമുക്ക് കിട്ടുന്നത് എന്താണ് 2s2 ആയിരിക്കും. വെറാസ് നമ്മുടെ ബോറോണിന്റെ കേസിൽ എന്താണ് 2s2 2p1 ആണ് നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കുക. ക്ലിയർ ആണോ? ഓക്കെ ആണോ? അങ്ങനെ ആവുന്ന സമയത്ത് ഇവിടുന്ന് ഇലക്ട്രോണെ കളയാനാണോ ഏറ്റവും ഈസി ഇവിടുന്നായിരിക്കും. അതായത് ബോറോണിന് അയണൈസേഷൻ എന്താൽപ്പി കുറവായിരിക്കും ദാൻ ബെറിലിയം. കാരണം എന്താണ്? ബെറിലിയത്തിന് ഒരു കംപ്ലീറ്റ്ലി ഫിൽഡ് സ്റ്റേബിൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണുള്ളത്. ഓക്കെ, യെസ്. സോ ഇതെന്താണ് ഒരു എക്സെപ്ഷൻ ആയിട്ട് നമുക്ക് പറയാം. ഓക്കെ അല്ലേ? ഇനി ഗ്രൂപ്പിൽ നമുക്ക് എക്സെപ്ഷൻ ആയിട്ട് പറയുന്നതാണ് എന്തൊക്കെ നമ്മുടെ എന്താ പറയാ പുവർ സ്ക്രീനിങ് എഫക്ട് ഓഫ് ഡി ഓർബിറ്റൽ ആണ് ആർക്കുള്ളത്? ഗാലിയത്തിന്റെ കേസിലുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സൈസ് ഗാലിയത്തിനാണ് കുറവ് ദാൻ അലുമിനിയം എന്നുള്ളത്. ഓക്കെ അല്ലെ? സോ ആക്ച്വൽ ഓർഡർ വരുന്നത് എന്താണ്? ഇവരുടെ ആക്ച്വൽ ഓർഡർ നമ്മൾ വിചാരിക്കുന്നത് താഴോട്ട് വരുന്നതോറും അയണൈസേഷൻ എന്താൽപ്പി കുറയും എന്നുള്ളതാണ്. സോ ആദ്യം ബോറോൺ വരും, ദെൻ താലിയം, ദെൻ ഗാലിയം, ദെൻ അലൂമിനിയം, ദെൻ ഇൻഡിയം എന്നുള്ള രീതിയിലാണ് ഇവരെന്ത് ചെയ്യുന്നത്? ഇവരുടെ ഓർഡർ പോകുന്നത്. കാരണം താലിയത്തിന്റെ പുവർ സ്ക്രീനിങ് എഫക്ട് ഓഫ് എഫ് ഓർബിറ്റൽ ആണ്, അത് ഏറ്റവും കൂടുതലാണ് ദാൻ ഡി ഓർബിറ്റൽ. സോ ആദ്യം നമ്മുടെ ബോറോൺ കഴിഞ്ഞാൽ വരുന്നത് ആരായിരിക്കും? താലിയം ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് ഗാലിയം, ദെൻ ആര് വരും? നമ്മുടെ അലുമിനിയം. അത് കഴിഞ്ഞിട്ടാണ് ആര് വരുന്നത്? ഇൻഡിയം വരുന്നത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? കാരണം എന്താണ്? പുവർ സ്ക്രീനിങ് എഫക്ട് ഓഫ് ഡി ഓർബിറ്റലും എഫ് ഓർബിറ്റലും ആണ് കാരണമായിട്ട് വരുന്നത്. അതേപോലെ നമ്മൾ അടുത്തത് നോക്കുകയാണെങ്കിൽ കാർബൺ, സിലിക്കൺ, ജെർമേനിയം, നമ്മുടെ ടിന്ന്, ലെഡ് ഒക്കെ നോക്കുന്ന സമയത്ത് ലെഡിന്റെ കേസിൽ എന്തുണ്ട്? 4f ഓർബിറ്റലിന്റെ പുവർ സ്ക്രീനിങ് എഫക്ട് ഉള്ളത് കാരണം തന്നെ കാർബൺ, സിലിക്കൺ, ജെർമേനിയം കഴിഞ്ഞിട്ട് ദെൻ ആരാ വരുന്നത്? നമ്മുടെ ലെഡ് ആണ് വരുന്നത്. അത് കഴിഞ്ഞിട്ടാ ടിന്ന് വരുന്നുണ്ടായിരിക്കുക. സോ അതും ഒരു എക്സെപ്ഷൻ ആയിട്ട് നമുക്ക് പറയാനായിട്ട് കഴിയും. ഈ ചാപ്റ്ററിൽ ഒരുപാട് എക്സെപ്ഷൻസ് ഉണ്ട്. ഈ എക്സെപ്ഷൻസ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. എന്താണ് റീസൺ എന്നുള്ള കാര്യമാണ് നിങ്ങൾ കൂടുതലും നോക്കി വെക്കേണ്ടത്. സോ ഇവിടെ എക്സെപ്ഷന്റെ കാരണം എന്താണ്? നമ്മുടെ പുവർ സ്ക്രീനിങ് എഫക്ട് ഓഫ് ഡി ഓർബിറ്റൽസ് ആണ് ഇവിടെ കാരണമായിട്ട് നമുക്ക് പറയാനായിട്ട് കഴിയുന്നത്. ഓക്കെ അല്ലെ? പുവർ സ്ക്രീനിങ് എഫക്ട് ആണെങ്കിൽ അവരെ നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കളയാനായിട്ട് കഴിയും. ക്ലിയർ ആണോ? ഓക്കെ, സോറി, പുവർ സ്ക്രീനിങ് എഫക്ട് ആണെങ്കിൽ അവർ കുറച്ചും കൂടെ സൈസ് എന്തായിരിക്കും? കുറവായിരിക്കും. നമ്മൾ കുറച്ചും കൂടെ അയണൈസേഷൻ എന്താൽപ്പി കൊടുത്താലേ അവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? റിമൂവ് ചെയ്യാനായിട്ട് കഴിയുള്ളൂ. ഓക്കെ, yes. Exception for transition elements generally in period ionization enthalpy increases, but increase is not regular in case of നമ്മുടെ ട്രാൻസിഷൻ എലമെന്റ്സിന്റെ കേസിൽ ഈ ഒരു ഇൻക്രീസ് എന്തല്ല? റെഗുലർ അല്ല. ഓക്കെ, സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയം, ക്രോമിയം ഡിഫർ ഓൺലി സ്ലൈറ്റ്ലി ഫ്രം ഈച്ച് അതർ ആൻഡ് ഇവര് അയൺ, കോബാൾട്ട്, നിക്കൽ, കോപ്പർ വാല്യൂസ് ആർ ഫെയർലി ക്ലോസ് ടു ഈച്ച് അതർ. ഫ്രം കോപ്പർ ആൻഡ് സിങ്ക് അഗെയിൻ അവരെന്ത് ചെയ്യാണ്? ഇൻക്രീസ് ചെയ്യാണ്. അതായത് സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയം, ക്രോമിയം വരെ ഓൺലി സ്ലൈറ്റ്ലി ചേഞ്ച് എന്ത് സംഭവിക്കുന്നുള്ളൂ? ഇൻക്രീസ് സംഭവിക്കുന്നുള്ളൂ. അയൺ, കൊബാൾട്ട്, നിക്കൽ, കോപ്പർ ഒക്കെ വരുമ്പോൾ അവർ ഏകദേശം അടുത്തടുത്ത വാല്യൂസ് ആണ് വരുന്നത്. ദെൻ അഗെയിൻ കോപ്പർ ആൻഡ് സിങ്കിലേക്ക് വരുമ്പോൾ അഗെയിൻ അവർ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അതാണ് എന്ത് ഇവരുടെ അയണൈസേഷൻ എന്താൽപ്പി ഓർഡർ വരുന്നത് ഡി ബ്ലോക്ക് എലമെന്റ്സിൽ. ആദ്യം ഒന്ന് ഇൻക്രീസ് ചെയ്യും, ദെൻ അവരെന്തായിട്ട് മാറും? സെയിം ആയിട്ട് മാറും. ദെൻ അഗെയിൻ കോപ്പർ ആൻഡ് സിങ്ക് എത്തുന്ന സമയത്ത് അഗെയിൻ അവരെന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ഇനി ഇലക്ട്രോൺ അഫിനിറ്റി അല്ലെങ്കിൽ ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി നമ്മൾ പറയും. അതായത് ഒരു ഐസൊലേറ്റഡ് ഗേഷ്യസ് ആറ്റം ഇലക്ട്രോണിനെ എന്ത് ചെയ്യാണ്? സ്വീകരിക്കുന്ന സമയത്ത് അവർ റിലീസ് ചെയ്യുന്ന എമൗണ്ട് ഓഫ് എനർജിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോൺ അഫിനിറ്റി അല്ലെങ്കിൽ ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി എന്നൊക്കെ നമുക്ക് പറയാനായിട്ട് കഴിയും. അത് റിലീസ് ചെയ്യുന്ന എനർജി ആയതുകൊണ്ട് തന്നെ അതിന്റെ സൈൻ എപ്പോഴും വരുന്നത് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ അല്ലെ? ഇനി ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് എന്തൊക്കെയാണ്? അറ്റോമിക് റേഡിയസ് അല്ലെങ്കിൽ സൈസ് കൂടിയാൽ ന്യൂക്ലിയസിന് വേറൊരു ഇലക്ട്രോണേയും കൂടെ അവിടെ പിടിച്ചു നിർത്താൻ പറ്റുമോ? ഇല്ല. സോ സൈസ് കൂടിക്കഴിഞ്ഞാൽ ഇലക്ട്രോൺ അഫിനിറ്റിനെ അതെന്ത് ചെയ്യുക? റിവേഴ്സ്ലി ആണ് ബാധിക്കുക അല്ലെങ്കിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് അവർ നമുക്ക് പറയാം. ഓക്കെ, ഇനി ന്യൂക്ലിയർ ചാർജ് കൂടുതലാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും? വേറൊരു ഇലക്ട്രോണേയും കൂടെ അവിടെ നിർത്താനായിട്ട് പറ്റും. സോ ന്യൂക്ലിയർ ചാർജ് സെറ്റ് എഫക്റ്റീവ് കൂടിക്കഴിഞ്ഞാൽ ഇലക്ട്രോൺ അഫിനിറ്റി അല്ലെങ്കിൽ ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ഓക്കെ ആണോ? So half-filled and fully filled electronic configuration, atoms having above configuration is most stable ആണ്. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യില്ല? വേറൊരു ഇലക്ട്രോണെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി അവർ കാണിക്കില്ല. വേറൊരു ഇലക്ട്രോണെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള ടെൻഡൻസി അവർ ഒരിക്കലും കാണിക്കില്ല. സോ അവർക്കും ഇലക്ട്രോൺ അഫിനിറ്റി എന്തായിരിക്കും? കുറവായിരിക്കും. ഒന്നുകിൽ അവർ ഹാഫ് ഫിൽഡ് ആണെങ്കിൽ അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഫിൽഡ് ആണെങ്കിൽ.
ഇൻ എ പീരിയഡ് നമുക്കറിയാം അറ്റോമിക് സൈസ് ഡിക്രീസ് ചെയ്യാണ്. സോ ഇൻക്രീസ് ഇൻ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ഇലക്ട്രോൺ അഫിനിറ്റി കൂടുതലായിരിക്കും. ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി മോർ നെഗറ്റീവ് ആയിരിക്കും. ആരുടെ കേസിൽ? പീരിയഡിൽ നിന്ന് നമ്മൾ ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് പോകുന്നവർ. പക്ഷേ ഇവിടെ നമുക്കൊരു എക്സെപ്ഷൻ ഉണ്ട്. എന്താണ്? ദ വാല്യൂ ഓഫ് ഇലക്ട്രോൺ അഫിനിറ്റി ഓഫ് ഇനേർട്ട് ഗ്യാസ് എന്താണ്? 0 ആണ്. കാരണം എന്താ? ഇനേർട്ട് ഗ്യാസ് ഫുള്ളി ഫിൽഡ് ആണ്. ഫുള്ളി ഫിൽഡ് ആണെങ്കിൽ അവർക്ക് ഇനി ഒരു ഇലക്ട്രോൺ എടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, അവരെന്തെയില്ല, എടുക്കില്ല. സോ അതുകൊണ്ട് തന്നെ അവരുടെ ഇലക്ട്രോൺ അഫിനിറ്റി എന്തായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക? 0 ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അതാണ് ഒരു എക്സെപ്ഷൻ. അല്ലാത്ത പക്ഷം നമ്മളെ ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് പോകുന്നതോറും ഇലക്ട്രോൺ അഫിനിറ്റി ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുക. കാരണം അവരുടെ സെറ്റ് എഫക്റ്റീവ് എന്ത് ചെയ്യുക ചെയ്യുന്നത്? ഇൻക്രീസ് ചെയ്യുക ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇനി നമുക്കറിയാം ഗ്രൂപ്പിൽ താഴോട്ട് പോകുന്നതോറും സൈസ് ഇൻക്രീസ് ചെയ്യാണ്. സൈസും ഇലക്ട്രോൺ അഫിനിറ്റിയും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയതുകൊണ്ട് തന്നെ ഗ്രൂപ്പിൽ മേലിൽ നിന്ന് താഴോട്ട് വരുന്നതോറും ഇലക്ട്രോൺ അഫിനിറ്റി എന്താ ചെയ്യുക? ഡിക്രീസ് ചെയ്യാണ് ചെയ്യുക. ക്ലിയർ അല്ലേ? എക്സെപ്ഷൻ ഇവിടെയും ഉണ്ട്. എന്താണ്? ദ വാല്യൂ ഓഫ് ഇലക്ട്രോൺ അഫിനിറ്റി ഓഫ് ആൽക്കലി മെറ്റൽസ് ആൻഡ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് ക്യാൻ ബി റിഗാർഡഡ് ആസ് 0. ഓക്കെ, നമ്മള് ഫസ്റ്റ് ഗ്രൂപ്പ് ആൻഡ് സെക്കൻഡ് ഗ്രൂപ്പ് എലമെന്റ്സിന്റെ യെസ്. അപ്പോൾ എന്താണ്? നമ്മുടെ ആൽക്കലി ആൻഡ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസിന്റെ എന്താ പറയുക, അവരുടെ ഇലക്ട്രോൺ അഫിനിറ്റി നമ്മൾ 0 ആയിട്ടാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേ ഡു നോട്ട് ഹാവ് ദ ടെൻഡൻസി ടു ഫോം എന്താണ്? ആനയോൺസ് ബൈ ആക്സെപ്റ്റിംഗ് ഇലക്ട്രോൺസ്. ഞാൻ പറഞ്ഞു അവരെന്താണ്? കൂടുതൽ ഇലക്ട്രോ പോസിറ്റീവ് ആയിട്ടുള്ള ആളുകളാണ്, അല്ലെങ്കിൽ അവരുടെ ഇലക്ട്രോൺസിനെ കൊടുക്കാനായിട്ട് താല്പര്യമുള്ള ആളുകളാണ് ആര്? നമ്മുടെ എന്താ പറയുക, ഈ ഒരു എന്താ പറയുക, ഡി അല്ല, ആൽക്കലി, സോറി യെസ്, ഓക്കെ, ഈ ഒരു ആൽക്കലി മെറ്റൽസും ആൽക്കലൈൻ എർത്ത് മെറ്റൽസും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? അവരുടെ ഇലക്ട്രോൺ അഫിനിറ്റി എന്താണ്? 0 ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അവർ കൂടുതലും കൊടുക്കാനായിട്ടാണ് നോക്കുക. ഓക്കെ അല്ലേ? ഇനി നമ്മൾ ഒരു പീരീഡിലുള്ള ഇലക്ട്രോൺ അഫിനിറ്റി നമ്മൾ പറയുന്ന സമയത്ത് നമ്മൾ എഗെയിൻ പറഞ്ഞു ഇവിടെ ഹാഫ് ഫിൽ കോൺഫിഗറേഷൻ ആണ് വരുന്നത്. കറക്റ്റ് അല്ലേ? നമ്മുടെ കാർബൺ എന്താണ്? ഹാഫ് ഫിൽഡ് ആവാൻ ഒരു ഇലക്ട്രോണും കൂടെ കിട്ടിയാൽ മതി. അപ്പൊ ഇവിടെ അഫിനിറ്റി കാർബൺ ആവോ നൈട്രജൻ ആവോ കൂടുതൽ? നമുക്കറിയാം ഇവിടെ സെറ്റ് എഫക്റ്റീവ് കൂടുമ്പോൾ ഇലക്ട്രോൺ അഫിനിറ്റി കൂടുക ചെയ്യേണ്ടത്. പക്ഷെ കാർബണിനെ നൈട്രജനെ നമ്മൾ നോക്കുന്ന സമയത്ത് കാർബണിനായിരിക്കും നൈട്രജനെക്കാട്ടും ഇലക്ട്രോൺ അഫിനിറ്റി കൂടുതൽ. കാരണം കാർബണിന് ഒരു ഇലക്ട്രോണും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ കൂടുതൽ സ്റ്റേബിൾ ആയിട്ടുള്ള ഹാഫ് ഫിൽഡ് കോൺഫിഗറേഷനിലേക്ക് പോകാനായിട്ട് കഴിയും. അതേപോലെ തന്നെ ബെറിലിയം ആൻഡ് ബോറോൺ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഇവർക്ക് ഫുൾഫിൽഡ് എസ് ഓർബിറ്റിലാണ് ആർക്കുള്ളത്? ബെറിലിയത്തിനുള്ളത്. സോ നമ്മൾ ബെറിലിയത്തിനെ നോക്കുന്ന സമയത്ത് ബോറോൺ ആയിരിക്കും കൂടുതൽ ഇലക്ട്രോൺ അഫിനിറ്റി ഉണ്ടായിരിക്കാം നമുക്ക് പറയാം. സോ നമ്മുടെ ഓർഡർ വരുന്നത് ഫ്ലൂറീൻ ഗ്രേറ്റർ ദാൻ ഓക്സിജൻ, ദെൻ കംസ് കാർബൺ, ദെൻ നൈട്രജൻ, ദെൻ ബോറോൺ. യെസ്, ഓക്കെ, സോറി, കാർബൺ കഴിഞ്ഞിട്ട് നേരെ നൈട്രജൻ അല്ല, ബോറോൺ കഴിഞ്ഞിട്ടാണ് നൈട്രജൻ വരുന്നത്. അത് കഴിഞ്ഞിട്ട് ബെറിലിയം വരും. ഓക്കെ അല്ല? അതാണ് നമ്മുടെ ഓർഡർ ഉണ്ടായിരിക്കാം. പിന്നെ ഇലക്ട്രോൺ അഫിനിറ്റിന്റെ കാര്യത്തിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന എന്താണ്? താഴോട്ട് വരുന്തോറും ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ താഴോട്ട് വരുന്നതോറും ഇലക്ട്രോൺ അഫിനിറ്റി കുറയും. അപ്പൊ ഏറ്റവും കൂടുതൽ ആർക്കുണ്ടായിരിക്കേണ്ടത്? ഫ്ലൂറിന്. പക്ഷെ ഫ്ലൂറിന്റെയും ക്ലോറിന്റെയും കാര്യത്തിൽ ചെറിയൊരു വ്യത്യാസം ഇവിടെ സംഭവിക്കുന്നുണ്ട്. ക്ലോറിൻ ആണ് ഫ്ലൂറിനെ കാട്ടും ഇലക്ട്രോൺ ഗെയിൻ എന്തായാലും അല്ലെങ്കിൽ ഇലക്ട്രോൺ അഫിനിറ്റി കൂടുതലുള്ളത്. കാരണം ഫ്ലൂറിൻ ചെറിയ ഒരാളായതുകൊണ്ട് തന്നെ അതിലേക്ക് വീണ്ടും ഒരു ഇലക്ട്രോൺ വരുന്ന സമയത്ത് അവിടെ ഇലക്ട്രോൺ റിപ്പൾഷൻ നടന്നിട്ട് വരുന്ന ഇലക്ട്രോണിനെ എടുക്കാനുള്ള ഒരു കഴിവ് ഫ്ലൂറിന് കുറവായിരിക്കും. വേറാസ് ക്ലോറിൻ കുറച്ചും കൂടെ വലിയതായതുകൊണ്ട് തന്നെ ആ ഇലക്ട്രോൺ റിപ്പൾഷൻ അവിടെ എന്തായിരിക്കും? കുറവായിരിക്കും. സോ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനെക്കാട്ടും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഇവിടെ കിട്ടുന്നത്. അതൊരു അനോമലസ് പ്രോപ്പർട്ടി ആയിട്ട് നമുക്ക് പറയാം. നെക്സ്റ്റ് വൺ ഇലക്ട്രോ നെഗറ്റിവിറ്റി ആണ്. നെക്സ്റ്റ് പ്രോപ്പർട്ടി എന്താ ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോണിനെ അതിന്റെ അടുത്തേക്ക് വലിക്കാനുള്ള ഒരു ആറ്റത്തിന്റെ കഴിവിന് നമ്മൾ പറയുന്ന പേരാണ് അതിന്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റി. ഡിഫൈൻ ഇൻ ബോണ്ടഡ് സ്റ്റേറ്റിലാണ് നമ്മൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. പോളിംഗ് സ്കെയിൽ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് മെഷർ ചെയ്യാനായിട്ട് കഴിയും. ഫോർ എക്സാമ്പിൾ HCl പറയുകയാണെങ്കിൽ ഇവിടെ ക്ലോറിൻ എന്തുണ്ട്? ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറച്ച് കൂടുതലാണ്. അപ്പൊ ഈ ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺ ക്ലോറിൻ അതിന്റെ അടുത്തേക്ക് വലിക്കാനായിട്ട് നോക്കും. ഹൈഡ്രജൻ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ടായിരിക്കും. സോ ഇങ്ങനെ ഇതാണ് എന്ത് ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് നമ്മൾ പറയുന്ന കാര്യം. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം, ഇയാൾ എന്ത് ചെയ്യണം? അതിന്റെ അടുത്തേക്ക് വലിക്കുക. ഈ ബ്ലൂ എന്താ ചെയ്യുന്നത്? അതിന്റെ അടുത്തേക്ക് വലിക്കുക. ഇങ്ങനത്തെ ഈ ഒരു സംഭവത്തിനാണ് നമ്മൾ അതിന്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് വിളിക്കുന്നത്. ഇനി അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ സൈസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ട്രോ നെഗറ്റിവിറ്റി തീർച്ചയായിട്ടും എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. കാരണം അവിടെയുള്ള ഇലക്ട്രോണിനെ അല്ലെങ്കിൽ ബോണ്ടഡ് ഇലക്ട്രോൺ അത്രയും അട്രാക്ട് ചെയ്യാനുള്ള കഴിവ് ആ ന്യൂക്ലിയസിന് ഉണ്ടാവില്ല. സെഡ് എഫക്റ്റീവ് കൂടി കഴിഞ്ഞാൽ ഇലക്ട്രോ നെഗറ്റിവിറ്റി തീർച്ചയായിട്ടും എന്ത് ചെയ്യും? കൂടും. കാരണം ഇലക്ട്രോൺസിനകത്ത് ഇങ്ങനെ പിടിച്ചു നിൽക്കുകയാണ് ചെയ്യുക. ചാർജ് ഓൺ ദി കാറ്റയോണിക് സ്പീഷീസ് ഒരു സെയിം മെറ്റലിൽ തന്നെ 3+, 2+, +1 എന്ന് പറയുന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് നമുക്കുണ്ടെങ്കിൽ അതിന്റെ ഏറ്റവും ഹയർ കാറ്റയോൺ ഏതാണോ അതിനായിരിക്കും ഏറ്റവും കൂടുതൽ എന്തുണ്ടായിരിക്കുക? ഇലക്ട്രോ നെഗറ്റീവ് വാല്യൂ ഉണ്ടായിരിക്കുക. കാരണം അവർക്ക് ഇലക്ട്രോണിനെ കിട്ടിയാൽ എന്തായിരിക്കും? കുറച്ചും കൂടെ നല്ലതായിരിക്കും. സോ A3+ ഗ്രേറ്റർ ദാൻ A2+ ഗ്രേറ്റർ ദാൻ A+1 എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. ക്ലിയർ അല്ലേ? ഇനി ആനയോൺ ആണെങ്കിൽ നെഗറ്റീവ് ചാർജ് ഉള്ള അടുത്തേക്ക് വീണ്ടും ഒരു നെഗറ്റീവ് ചാർജിനെ അവരെടുക്കാനായിട്ട് നോക്കുമോ? ഇല്ല.
കറക്റ്റ് അല്ലേ? ദാറ്റ് മീൻസ് നെഗറ്റീവ് ചാർജ് കൂടി കഴിയും തോറും അവരുടെ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഡിക്രീസ് ചെയ്യാം. ഇനി നമ്മുടെ ഹൈബ്രിഡൈസേഷൻ നോക്കുന്ന സമയത്ത് മോർ എസ് ക്യാരക്ടർ ഉള്ള ഏത് ഹൈബ്രിഡൈസേഷൻ ആണുള്ളത് അവർക്ക് കൂടുതൽ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഉണ്ട് നമ്മൾ പറയുന്നുണ്ട്. സോ SP ആണ് ഹൈബ്രിഡൈസേഷൻ എന്നുണ്ടെങ്കിൽ 50% എസ് ക്യാരക്ടറും 50% പി ക്യാരക്ടറും ആണ്. SP3 ആണെങ്കിൽ 25% മാത്രമേ എസ് ക്യാരക്ടർ ഉള്ളൂ. കറക്റ്റ് അല്ലേ? SP2 ആണെങ്കിൽ 33% മാത്രമേ എസ് ക്യാരക്ടർ ഉള്ളൂ. അപ്പൊ ഇങ്ങനെ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഏറ്റവും കൂടുതൽ ഇലക്ട്രോൺ അഫിനിറ്റി ഉണ്ടായിരിക്കുക SP, then SP2, then SP3 ഇങ്ങനെയായിരിക്കും ഇത് പോകുന്നുണ്ടായിരിക്കുക എന്ന് നമുക്ക് പറയാം. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ പീരിയഡിൽ നിന്നും ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് പോകുന്നതോറും Z എഫക്റ്റീവ് കൂടും, സോ ഇലക്ട്രോ നെഗറ്റിവിറ്റിയും കൂടും. ഗ്രൂപ്പ് മേലെ നിന്ന് താഴോട്ട് വരുന്നതോറും സൈസ് എന്ത് ചെയ്യാണ്? ഇൻക്രീസ് ചെയ്യാണ്. ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. ഇവിടെയും നമുക്ക് എന്തുണ്ടായിരിക്കാം? നമുക്ക് നെക്സ്റ്റ് നോക്കാനായിട്ട് പോകുന്നതാണ് നേച്ചർ ഓഫ് ഓക്സൈഡ്സ്. ക്ലിയർ ആണോ? നേച്ചർ ഓഫ് ഓക്സൈഡ്സ്. അപ്പൊ അവർ ഫോം ചെയ്യുന്ന ഓക്സൈഡ്സിന്റെ പ്രത്യേകതകളാണ് നെക്സ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. So metals react with oxygen to form basic oxides. Metals ആണ് ഈ ഒരു ഗ്രൂപ്പ് 1ലും 2ലും ഉള്ളത്, അല്ലെങ്കിൽ S ഓർബിറ്റൽ ഉള്ളത്, അല്ലെങ്കിൽ S ബ്ലോക്കിലുള്ളത് നമുക്കറിയാം. ഇവർ ഫോം ചെയ്യുന്ന ഓക്സൈഡ്സ് പൊതുവെ എന്താണ്? ബേസിക് ഓക്സൈഡ്സ് ആണ് എന്നാണ് പറയുന്നത്. വേറെ നമ്മൾ P ബ്ലോക്ക് എലമെന്റ്സ് അല്ലെങ്കിൽ ഗ്രൂപ്പ് 17ലേക്ക് നമ്മൾ വരുമ്പോൾ they are all non metals and they react with oxygen to form acidic oxides ആണ് ഇവർ എന്ത് ചെയ്യുക? ഫോം ചെയ്യുക. എന്താ ഫോം ചെയ്യുക? ആസിഡിക് ഓക്സൈഡ്സ് ആണ് ഇവർ ഫോം ചെയ്യുന്നുണ്ടായിരിക്കുക. ആംഫോട്ടറിക് ഓക്സൈഡ്സ് ഉണ്ടാക്കുന്ന ആരൊക്കെയാണ്? നമ്മുടെ അലൂമിനിയവും ആർസെനിക്കുമാണ് എന്തുണ്ടാക്കുന്നത്? ആംഫോട്ടറിക്. അതാണ് നമ്മുടെ ഈ ഒരു എന്താ പറയുക ഓറഞ്ച് കളറിൽ നമ്മൾക്ക് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ന്യൂട്രൽ ഓക്സൈഡ്സ് ഉണ്ടാക്കുന്നത് കാർബണും നൈട്രജനും ആണ് ന്യൂട്രൽ ഓക്സൈഡ്സ് ഉണ്ടാക്കുന്നത്. സോ ഇവിടെ ഈ സൈഡ് നമ്മുടെ എക്സ്ട്രീം ലെഫ്റ്റിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് ഇവരുണ്ടാക്കുന്നത് എന്താണ്? ബേസിക് ആണ്. എക്സ്ട്രീം റൈറ്റിലേക്ക് പോകുന്ന സമയത്ത് ഇവരുണ്ടാക്കുന്നത് എന്താണ്? എന്താ പറയുക ആസിഡിക് ആണ്. ദെൻ അതിന്റെ ഇടയിലുള്ള കാർബണും നൈട്രജനും ന്യൂട്രൽ ഓക്സൈഡ്സ് ആണെങ്കിൽ അലൂമിനിയം ആൻഡ് ആർസെനിക് ഉണ്ടാക്കുന്നത് എന്താണ്? ആംഫോട്ടറിക് ആണ്. അവർ ബേസിക് ആയിട്ടും ആസിഡിക് ആയിട്ടും ആക്ട് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. ഓക്കെ അല്ലേ? സോ ഇതാണ് നേച്ചർ ഓഫ് ഓക്സൈഡ്സിന്റെ കേസ് പറയുന്ന സമയത്ത്. സോ ബേസിക് നേച്ചർ ഓഫ് ഓക്സൈഡ്സ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ്? അവരുടെ മെറ്റാലിക് നേച്ചർ. മെറ്റാലിക് നേച്ചർ കൂടുതലാണെങ്കിൽ എന്താണ്? ബേസിക് നേച്ചറും കൂടും. സോ മെറ്റാലിക് നേച്ചർ താഴോട്ട് വരുന്നതോറും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ബേസിക് നേച്ചറും എന്ത് ചെയ്യും? കൂടും. മെറ്റാലിക് ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇലക്ട്രോൺസിനെ റിലീസ് ചെയ്യാനുള്ള അവരുടെ ഒരു ടെൻഡൻസിനെയാണ് നമ്മൾ മെറ്റാലിക് ക്യാരക്ടർ, ഇലക്ട്രോ പോസിറ്റീവ് ക്യാരക്ടർ എന്നൊക്കെ പറയുന്നത്. സോ താഴോട്ട് വരുന്നതോറും ബേസിക് നേച്ചർ കൂടും, അവരുടെ ഓക്സൈഡിന്റെ ബേസിക് നേച്ചർ കൂടും. ഇനി അങ്ങോട്ട് പോകുന്നതോറും എന്താണ്? മെറ്റാലിക് ക്യാരക്ടർ കുറയുക ചെയ്യുക, നോൺ മെറ്റാലിക് ക്യാരക്ടർ ഇൻക്രീസ് ചെയ്യുക. അസിഡിക് ക്യാരക്ടർ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നോൺ മെറ്റാലിക് ക്യാരക്ടർ ആയതുകൊണ്ട് തന്നെ അങ്ങോട്ട് പോകുന്നതോറും ഓക്സൈഡ്സ് എന്തായിട്ട് മാറും? അസിഡിക് ആയിട്ട് മാറും. ക്ലിയർ അല്ലേ? ബേസിസിറ്റി ഓഫ് ഓക്സൈഡ്സ് നമ്മൾ കാൽഷ്യത്തിനെ മെഗ്നീഷ്യത്തിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ടും എന്താണ്? ആർക്കായിരിക്കും കൂടുതൽ ഉണ്ടായിരിക്കുക? കാൽഷ്യം. കാരണം കാൽഷ്യമാണ് താഴെ വരുന്നത്. ക്ലിയർ അല്ലേ? ഇനി നമ്മുടെ അസിഡിറ്റി നോക്കുകയാണെങ്കിൽ നമ്മുടെ എന്താ പറയുക നമ്മുടെ ഫോസ്ഫറസും പറഞ്ഞിട്ടുണ്ട്, ക്ലോറിനും പറഞ്ഞിട്ടുണ്ട്. അങ്ങോട്ട് പോകുന്നതോറും എന്താ പറയുക അസിഡിറ്റി കൂടാന്നാ പറയുന്നത്. സോ ക്ലോറിനായിരിക്കും ഏറ്റവും കൂടുതൽ അസിഡിറ്റി ഉണ്ടായിരിക്കുക. Na2 is most basic monoxide and Cl2O7 is the most acidic oxide എന്നുള്ള കാര്യം ആലോചിക്കുക. ഇവരുണ്ടാക്കുന്നതാണ് മോസ്റ്റ് ബേസിക്, ഇയാൾ ഉണ്ടാക്കുന്നതാണ് മോസ്റ്റ് ആസിഡിക് എന്നുള്ള കാര്യം ആലോചിക്കുക. ക്ലിയർ അല്ലേ? യെസ്. ഇനി വേരിയേഷൻ ഇൻ പീരിയോഡിക് പ്രോപ്പർട്ടീസ്. മെറ്റാലിക് ക്യാരക്ടറിന്റെ വേരിയേഷൻ എങ്ങനെയാണ്? നമ്മുടെ അക്രോസ് ദ പീരിയഡ് മെറ്റാലിക് ക്യാരക്ടർ ഡിക്രീസ് ചെയ്യാണ്, ഡൗൺ ദ ഗ്രൂപ്പ് മെറ്റാലിക് ക്യാരക്ടർ ഇൻക്രീസ് ചെയ്യാണ്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? യെസ്. ഇനി നോൺ മെറ്റാലിക് ക്യാരക്ടർ ആണെങ്കിലോ? നോൺ മെറ്റാലിക് ക്യാരക്ടർ അക്രോസ് ദ പീരിയഡ് ഇൻക്രീസ് ചെയ്യാണ്, ഡൗൺ ദ ഗ്രൂപ്പ് എന്ത് ചെയ്യാണ്? ഡിക്രീസ് ചെയ്യാണ്. ഇത് നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇനി കെമിക്കൽ റിയാക്ടിവിറ്റിന്റെ കാര്യമാണെങ്കിൽ അക്രോസ് ദ പീരിയഡ് ഫസ്റ്റ് ഡിക്രീസസ് ആൻഡ് ദെൻ ഇൻക്രീസസ്. അതായത് ഇവരിങ്ങനെ സ്റ്റേബിൾ ആയിട്ട് നമുക്കറിയാം ഒരു പീരിയഡിൽ നിന്ന് ഇങ്ങനെ പോകുന്തോറും അത് NS2 NP1 എന്ന് മാറി അത് NP3 ആവുമ്പോഴൊക്കെ അവരുടെ റിയാക്ടിവിറ്റി എന്ത് ചെയ്യും? കുറയും. വീണ്ടും അവർ NP4 NP5 NP6 NP5 ഒക്കെ ആവുന്ന സമയത്ത് അതെന്ത് ചെയ്യും? വീണ്ടും അവരുടെ റിയാക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും. സോ ആദ്യം അക്രോസ് ദ പീരിയഡ് ഇങ്ങനെ പോകുമ്പോൾ അത് ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഒരു പോയിന്റ് എത്തുമ്പോൾ വീണ്ടും അതെന്ത് ചെയ്യാൻ തുടങ്ങും? ഇൻക്രീസ് ചെയ്യാനായിട്ട് തുടങ്ങും. ഇനി അത് അലോങ് ദ ഗ്രൂപ്പ് ആണെങ്കിലോ താഴോട്ട് പോകുന്നതോറും കെമിക്കൽ റിയാക്ടിവിറ്റി ഫോർ മെറ്റൽസ് എന്താ ചെയ്യുന്നത്? ഇൻക്രീസ് ചെയ്യുന്നത്. പക്ഷെ നോൺ മെറ്റൽസിന്റെ കേസ് ആകുമ്പോൾ അവരെന്താ ശരിക്കും ചെയ്യേണ്ടത്? ഇലക്ട്രോൺസിനെ ആക്സെപ്റ്റ് ചെയ്യണം. അത് അവിടെ നടക്കുമോ? ഇല്ല. സോ നമ്മുടെ റൈറ്റിലേക്ക് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ നോൺ മെറ്റൽസിന്റെ കേസിൽ വരുന്ന സമയത്ത് അവരുടെ റിയാക്ടിവിറ്റി കുറയുക ചെയ്യുക, മെറ്റൽസിന്റെ കേസിൽ താഴോട്ട് വരുന്നതോറും റിയാക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുക. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? യെസ്. ഇനി വാലൻസി എന്താണ്? ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്താണെന്നുള്ള കാര്യം. വാലൻസി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എത്ര ഒരു എലമെന്റിന് എത്രത്തോളം ബോണ്ട് ഫോം ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്, അതിനാണ് നമ്മൾ അതിന്റെ വാലൻസി എന്ന് പറയുന്നത്. എന്താണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്? ഇറ്റ് റെപ്രസെന്റ് ദ കമ്പൈനിങ് കപ്പാസിറ്റി ആസ് വെൽ ആസ് ദ റിലേറ്റീവ് ഇലക്ട്രോനെഗറ്റിവിറ്റി ഓഫ് എൻ എലമെന്റ് ഇൻ ദ കോമ്പൗണ്ട്.
കോമ്പൗണ്ടിലുള്ള ആ എലമെന്റിന്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റിന്റെ റിലേറ്റീവ് ഇലക്ട്രോ നെഗറ്റിവിറ്റിയും കൂടെയാണ് നമുക്ക് എന്ത് പറയുന്നത് ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഇന്നലെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നു AlF6 3- എന്ന് പറഞ്ഞിട്ട്. ഇതിൽ വാലൻസ് എത്രയാണ് വരുന്നത്? 6 ബോൺസ് ഫോം ചെയ്തുകൊണ്ട് 6 ആണ്. പക്ഷെ ഇവിടുത്തെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഇതിനെ നമുക്ക് അറിയാത്ത ആളെ നമ്മൾ X എന്ന് എടുക്കുന്നു. ഫ്ലൂറിൻ്റെത് -1 ആണ് നമുക്കറിയാം. സോ ഹോൾ ചാർജ് എത്രയാണെന്ന് തന്നിട്ടുണ്ട്? -3. അങ്ങനെയാണെങ്കിൽ X = എത്രയാണ്? +3 ആണ് നമുക്ക് കിട്ടും. ക്ലിയർ അല്ലേ? സോ ദ സൈൻ ഓഫ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് പോസിറ്റീവ് ആണെങ്കിൽ ദ ഗിവൺ ആറ്റം ഇസ് കണക്റ്റഡ് മോർ ടു ദ ഇലക്ട്രോ നെഗറ്റീവ് ആറ്റംസ്. ഈ ഗിവൺ ആറ്റം എന്താണ്? നമ്മുടെ ഇലക്ട്രോ നെഗറ്റീവ് ആറ്റത്തുമായിട്ട് മോർ കണക്റ്റഡ് ആയിരിക്കും. സൈൻ ഓഫ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് നെഗറ്റീവ് ആണെങ്കിൽ ഗിവൺ ആറ്റം കണക്റ്റഡ് ലെസ് ടു ദ ഇലക്ട്രോ നെഗറ്റീവ് ആറ്റംസ് നമുക്ക് പറയാനായിട്ട് കഴിയും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? യെസ്. ഓക്കെ. അപ്പോൾ ട്രെൻഡ്സ് ഇൻ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഗ്രൂപ്പ് 1 നോക്കുന്ന സമയത്ത് നമുക്ക് എപ്പോഴും കൂടുതൽ നമ്മൾ കാണുന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ്? +1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. കാരണം അവരുടെ NS ഓർബിറ്റലുള്ള 1 ഇലക്ട്രോൺ അവർ കൊടുത്താൽ അവർക്ക് എന്ത് കോൺഫിഗറേഷൻ കിട്ടും? ഇനേർട്ട് ഗ്യാസ് കോൺഫിഗറേഷൻ കിട്ടും. സോ +1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോൺസിനെ എന്ത് ചെയ്തു? അവർ റിലീസ് ചെയ്തു. ഗ്രൂപ്പ് 2 പോകുമ്പോൾ 2 ഇലക്ട്രോൺസിനെയും കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് എന്ത് കിട്ടും? നമ്മുടെ നോബൽ ഗ്യാസ് കോൺഫിഗറേഷൻ കിട്ടും. സോ അവരെപ്പോഴും കാണിക്കുന്നത് +2 ആയിരിക്കും. ഇനി നമ്മുടെ ഗ്രൂപ്പ് 13 പോകുന്ന സമയത്ത് അവർ മോസ്റ്റ് കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് എന്ത് അവരുടേത്? +3 ആണ് അവർ കാണിക്കുന്ന മോസ്റ്റ് സ്റ്റേബിൾ ആയിട്ടുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ താഴോട്ട് വരുന്നതോറും നിങ്ങൾക്ക് കാണാം +1 ആ ചെറിയ ഓക്സിഡേഷൻ സ്റ്റേറ്റിന്റെ സ്റ്റെബിലിറ്റി എന്ത് ചെയ്യാണ്? ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് നിങ്ങൾക്ക് കാണാം അല്ലെ? സോ സ്റ്റെബിലിറ്റി ഓഫ് ദി ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഡിക്രീസസ് ഡൗൺ ദ ഗ്രൂപ്പ്, സ്റ്റെബിലിറ്റി ഓഫ് ലോവർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇൻക്രീസസ് ഡൗൺ ദ ഗ്രൂപ്പ്. അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ വരാനായിട്ടുള്ള കാരണം? ദിസ് ഇസ് ഡ്യൂ ടു ഇനേർട്ട് പെയർ എഫക്ട്. ഇനേർട്ട് പെയർ എഫക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? S ഓർബിറ്റിലുള്ള ആളുകൾ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ മടിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഗ്രൂപ്പ് 13 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ശരിക്കും എങ്ങനെയാ വരുന്നത്? NS2 NP1 എന്നാണ് വരുന്നത്. ഓക്കെ അല്ലെ? സോ ഇവിടെ ആവുമ്പോൾ മേലെയൊക്കെ ആവുമ്പോൾ എന്താണ്? ഈ NS2 പോകുന്നുണ്ട്, 1 പോകുന്നുണ്ട്. ഇതെല്ലാവരും കൂടെ അവിടുന്ന് പോകുന്നതുകൊണ്ടാണ് +3 ഓക്സിഡേഷൻ സ്റ്റേറ്റിന് സ്റ്റെബിലിറ്റി കൂടുന്നത്. താഴോട്ട് വരുന്തോറും ഈ എസിലുള്ള ഇലക്ട്രോൺസ് എന്ത് ചെയ്യില്ല? അവിടുന്ന് പോകാനായിട്ട് കൂട്ടാക്കില്ല. അതായത് റിലക്റ്റൻസ് ഓഫ് S ഓർബിറ്റലുള്ള ഇലക്ട്രോൺസ്, റിലക്റ്റൻസ് ഓഫ് ഇലക്ട്രോൺസ് ഇൻ S ഓർബിറ്റൽ ടു ടേക്ക് പാർട്ട് ഇൻ എ റിയാക്ഷൻ, അതിന് നമ്മൾ പറയുന്ന പേരാണ് ഇനേർട്ട് പെയർ എഫക്ട് എന്നുള്ളത്. സോ അതുകൊണ്ടാണ് താഴോട്ട് വരുന്നതോറും +1ന്റെ സ്റ്റെബിലിറ്റി എന്ത് ചെയ്യുന്നത്? ഇൻക്രീസ് ചെയ്യുന്നത്. കാരണം S റിയാക്ഷനിൽ എന്ത് ചെയ്യില്ല? പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ല. സിമിലർ എഫക്ട്സ് നമുക്ക് ഗ്രൂപ്പ് 14, 15, 16 കാര്യത്തിലൊക്കെ കാണാനായിട്ട് കഴിയും. നിങ്ങൾ ഇങ്ങോട്ട് നോക്കൂ. യെസ്, ഇവിടെ നോക്കുകയാണെങ്കിൽ +4 ആണ് ഇവിടെയൊക്കെ ഉള്ളത്. പക്ഷെ താഴോട്ട് വരുന്നതോറും +2ന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ത് ചെയ്യാണ്? കൂടാണ്. ഗ്രൂപ്പ് 14 ആയതുകൊണ്ട് തന്നെ അവർ അതേ രീതിയിൽ തന്നെ -4 കാണിക്കും എന്നുള്ള കാര്യം നമുക്കറിയാം. ഒന്നുകിൽ അവർക്ക് ഉള്ള 4 കൊടുക്കാം, അല്ലെങ്കിൽ 4 അവിടെ വെച്ചിട്ട് ബാക്കി 4 എടുത്തിട്ട് 8 ആക്കി മാറ്റാം. ക്ലിയർ അല്ലേ? നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണല്ലോ. ഇനി ഗ്രൂപ്പ് 15 കാര്യത്തിൽ പൊതുവെ അവർ കാണിക്കുന്നത് എന്താണ്? +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. അത് താഴോട്ട് വരുന്നതോറും +3ന്റെ എമൗണ്ട് എന്ത് ചെയ്യും? കൂടിക്കൊണ്ടിരിക്കുക ചെയ്യാം. ഓക്കെ. യെസ്. ഇനി ഗ്രൂപ്പ് 16, 17 ഒക്കെ നോക്കുമ്പോൾ അങ്ങനെയാണ്. നിങ്ങൾ കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് പഠിച്ചിരിക്കണം കേട്ടോ. യെസ്. ഇനി നമ്മൾ D ബ്ലോക്കിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇവർ വേരിയസ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് കാണിക്കാനുള്ള ഒരു പ്രോപ്പർട്ടി ആർക്കുണ്ട്? നമ്മുടെ ട്രാൻസിഷൻ എലമെന്റ്സിന് ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഇതിങ്ങനെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു, ദെൻ അത് അഗെയിൻ എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. ഇതാണ് നമ്മുടെ D ബ്ലോക്കിൽ കാണിക്കുന്ന എന്ത് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഇനി ഈ ചാപ്റ്ററിന്റെ ലാസ്റ്റ് ടോപ്പിക് ആണ് എന്ത്? ഡയഗണൽ റിലേഷൻഷിപ്പ്. എന്താ ഡയഗണൽ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 സെറ്റ്സ് ഓഫ് എലമെന്റ്സ് നമ്മൾ നമ്മുടെ ഹോൾ പീരിയോഡിക് ടേബിൾ എടുത്ത് നോക്കിയ സമയത്ത് ലിഥിയം, മാഗ്നീഷ്യം, ബെറിലിയം, അലൂമിനിയം, ബോറോൺ, സിലിക്കൺ, ഇവർ 3 പേരും പ്ലേസ്ഡ് ഇൻ ഡിഫറെന്റ് ഗ്രൂപ്പ്സ്. പക്ഷേ നിങ്ങൾക്കറിയാം ലിഥിയം എന്ന് പറയുന്നത് ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ് ആണ്, മാഗ്നീഷ്യം സെക്കൻഡ് ഗ്രൂപ്പ് എലമെന്റ് ആണ്, ബെറിലിയം സെക്കൻഡ് ഗ്രൂപ്പ് എലമെന്റ് ആണ്, അലൂമിനിയം 13th ഗ്രൂപ്പ് എലമെന്റ് ആണ്, ബോറോൺ 13th ഗ്രൂപ്പ് എലമെന്റ് ആണ്, സിലിക്കോൺ 14th ഗ്രൂപ്പ് എലമെന്റ് ആണ്. പക്ഷെ ഇവരെല്ലാവരും എന്ത് കാണിക്കുന്നുണ്ട്? ലിഥിയം, മാഗ്നീഷ്യം ഒരു സിമിലർ പ്രോപ്പർട്ടി കാണിക്കുന്നുണ്ട്, ബെറിലിയം, അലൂമിനിയം സിമിലർ പ്രോപ്പർട്ടി കാണിക്കുന്നുണ്ട്, ബോറോണും സിലിക്കോണും സിമിലർ പ്രോപ്പർട്ടീസ് കാണിക്കുന്നുണ്ട്. ദിസ് കൈൻഡ് ഓഫ് സിമിലാരിറ്റി ഇൻ പ്രോപ്പർട്ടീസിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഡയഗണൽ. കാരണം നമ്മളിങ്ങനെ വരക്കുമ്പോൾ ഒരു ഡയഗണൽ പോലെയാണ് ഇവർ എന്ത് ചെയ്യുന്നത്? റിലേറ്റ് ചെയ്യുന്നത്. ഓക്കെ അല്ലെ? എന്തുകൊണ്ടാണ് അവർ സിമിലാരിറ്റി കാണിക്കാനുള്ള റീസൺ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ അവരുടെ അറ്റോമിക് സൈസ് തന്നെയാണ്. നമ്മൾ 2 പേരെ നോക്കുമ്പോൾ ലിഥിയം, മാഗ്നീഷ്യം നോക്കുകയാണെങ്കിലും ബെറിലിയം, അലൂമിനിയം നോക്കുകയാണെങ്കിലും ബോറോൺ ആൻഡ് സിലിക്കൺ നോക്കുകയാണെങ്കിലും അലോങ് ദ പീരിയഡ് നമുക്കറിയാം സൈസ് എന്താ ചെയ്യുന്നത്? ഡിക്രീസ് ചെയ്യുന്നുണ്ട്. ഡൗൺ ദ ഗ്രൂപ്പ് എന്ത് ചെയ്യുന്നുണ്ട്? സൈസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. കറക്റ്റ് അല്ലേ? ക്ലിയർ അല്ലേ? സോ ദ സൈസ് ഓഫ് ദി എലമെന്റ് പ്ലേസ്ഡ് ഡയഗണലി ടു ഈച്ച് അതർ ബിക്കം അപ്രോക്സിമേറ്റ്ലി സെയിം ആയിട്ടുള്ള ഒരു അറ്റോമിക് നമ്പർ അവർക്ക് കിട്ടും. കാരണം നമുക്കറിയാം ഇങ്ങോട്ട് വരുന്നതോറും അറ്റോമിക് നമ്പർ കുറയാണ്, ഇങ്ങോട്ട് വരുമ്പോൾ അറ്റോമിക് നമ്പർ കൂടുകയാണ്. ക്ലിയർ അല്ലേ? യെസ്. അതേപോലെ തന്നെ അവരുടെ അറ്റോമിക് മാസിലും എന്തുണ്ട്? ഇങ്ങോട്ട് വരുമ്പോൾ എന്തൊക്കെയാണ്? കുറയാണ്. സോ ഇങ്ങോട്ട് വന്നപ്പോൾ കുറച്ച് കൂടി, ദെൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഇതിനെക്കാട്ടും കുറച്ച് കുറഞ്ഞില്ലേ? സോ ഇവർ 2 പേരും തമ്മിൽ എന്തായി? ഏകദേശം ഈക്വൽ ആയി വന്നു.
ഓക്കെ അല്ലേ? ഇവരുടെ സൈസ് എന്തായി? ഏകദേശം ഈക്വൽ ആയി നമുക്ക് കിട്ടി. സോ ദാറ്റ് ഇസ് വൺ ഓഫ് ദ റീസൺ ഫോർ ദെയർ ഡയഗണൽ റിലേഷൻഷിപ്പ്. അറ്റോമിക് സൈസ് ഒരുപോലെയാണെങ്കിൽ അവരുടെ ഒരുപാട് പ്രോപ്പർട്ടീസും എന്തായിട്ട് മാറും? സിമിലർ ആയിട്ട് മാറും. ക്ലിയർ അല്ലേ? ഈ പ്രോപ്പർട്ടി നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ബെറീലിയത്തിന്റെയും ബോറോണിന്റെ കേസിൽ അത്രത്തോളം സിമിലാരിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ ലിഥിയത്തിന്റെയും മെഗ്നീഷ്യത്തിന്റെയും കേസിൽ നല്ല സിമിലാരിറ്റീസ് ഉണ്ട് അവരുടെ അറ്റോമിക് സൈസിന്റെ കാര്യത്തിൽ. സോ ദിസ് റീസൺ ഇസ് ക്വയറ്റ് വെൽ ഫോർ ലിഥിയം ആൻഡ് മെഗ്നീഷ്യത്തിന് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ഇവർക്ക് വേറെ റീസൺസ് ഉണ്ട്, അതെന്താണെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, ഇവരുടെ അയോണിക് സൈസ് ലിഥിയം പ്ലസിന്റെയും Mg2+ന്റെയും നമ്മൾ എടുത്ത് നോക്കിയാൽ ദാറ്റ് ഈസ് ഓൾസോ എന്താണ്? ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള വാല്യൂസ് ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ക്ലിയർ? ഇനി നെക്സ്റ്റ് റീസൺ പറയുന്നത് ഇലക്ട്രോ നെഗറ്റിവിറ്റി ആണ്. ഡയഗണൽ സിമിലാരിറ്റി ഇൻ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഈസ് ഓൾസോ ഗിവൺ ആസ് വൺ ഓഫ് ദ റീസൺ. നിങ്ങൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി നോക്കുകയാണെങ്കിൽ നിങ്ങൾ ബെറിലിയം അലുമിനിയം നോക്കി നോക്കൂ, 1.57 1.61 ആണ്, വളരെ അടുത്ത വാല്യൂസ് ആണ്. ഇവർ രണ്ടുപേരും അത്രത്തോളം കാണിക്കുന്നില്ല, പക്ഷെ ബെറിലിയം അലുമിനിയം എന്ത് ചെയ്യുന്നുണ്ട്? ഇത് നല്ല രീതിയിൽ കാണിക്കുന്നുണ്ട്. സോ അവർ കാണിക്കാനുള്ള വൺ ഓഫ് ദ റീസൺ എന്ന് പറയുന്നത് അവരുടെ ഇലക്ട്രോ നെഗറ്റിവിറ്റിയിലുള്ള മാച്ചാണ്. ഓക്കെ, ലിഥിയം മെഗ്നീഷ്യം പറയുമ്പോൾ അവരുടെ അറ്റോമിക് സൈസിലുള്ള മാച്ചാണ് അത് കാണിക്കാനായിട്ടുള്ള റീസൺ നമ്മൾ പറഞ്ഞത്. നെക്സ്റ്റ് വൺ, ചാർജ് ഡെൻസിറ്റി നോക്കുന്ന സമയത്ത് എന്താ ചാർജ് ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ചാർജ് ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം. ഈ ചാർജ് ഡെൻസിറ്റി നമ്മൾ നോക്കുന്ന സമയത്ത് ഇവർക്കുള്ള ചാർജ് ഡെൻസിറ്റിയും എന്താണ്? ഏകദേശം സിമിലർ ആയതുകൊണ്ട് ദാറ്റ് ഈസ് ഓൾസോ അനദർ റീസൺ ഫോർ ദെയർ ഡയഗണൽ റിലേഷൻഷിപ്സ് എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. ക്ലിയർ അല്ലേ? സോ ഇതൊക്കെയാണ് എന്ത്? അവരുടെ ഡയഗണൽ റിലേഷൻഷിപ്പിലുള്ള റീസൺസ്. ഫസ്റ്റ് വൺ അറ്റോമിക് സൈസ്, ദെൻ ഇലക്ട്രോ നെഗറ്റിവിറ്റി, ദെൻ ചാർജ് ഡെൻസിറ്റി. ഓക്കെ അല്ലേ? ഇത്ര ക്വസ്റ്റ്യൻസ് ഇത്ര കാര്യങ്ങളെ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പറയാനായിട്ടുള്ളൂ. നിങ്ങൾക്ക് ചാപ്റ്റർ മനസ്സിലായിട്ടുണ്ടാവും, ഡൗട്ട്സ് ഒന്നും ഇല്ലാന്ന് ഞാൻ വിചാരിക്കുന്നു. നോട്ട്സും കാര്യങ്ങളും നമ്മുടെ ടെലഗ്രാമിൽ ഞാൻ തരുന്നതായിരിക്കും. ടെലഗ്രാമിൽ നിങ്ങൾ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഡു ജോയിൻ, ലിങ്ക് ഇൻ ദ ഡിസ്ക്രിപ്ഷൻ ബോക്സ്. സോ വേഗം പോയിട്ട് ജോയിൻ ചെയ്യുക, നോട്ട്സ് ഒക്കെ എടുക്കുക, പഠിച്ചു തുടങ്ങുക. എക്സാം അടുത്തെത്തിയിട്ടുണ്ട്. സോ നല്ല രീതിയിൽ പഠിക്കുക, ഉഷാറായിട്ട് എക്സാം എഴുതാനായിട്ട് നോക്കുക. സോ യെസ്, ഇതുവരെ ലൈക്ക് ചെയ്യാത്തവരാണെങ്കിലും ഉണ്ടെങ്കിൽ വേഗം ലൈക്ക് ചെയ്തേക്കാം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. സോ that's it from my end for today. This is me, Shibila, signing off from Vedantu Malayalam. See you again another day with another topic. Till then, ta-ta and bye-bye.